കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Greetings in the name of the Lord and Savior Jesus Christ. അനുഗ്രഹീതമായ ഒരു കർത്തൃദിവസം കൂടെ നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ നമ്മുടെ ആയുസ്സിൽ ദൈവം അനുവദിച്ചു തന്നല്ലോ. I thank the Lord for giving us one more opportunity to worship Him together. ഈ പ്രഭാതത്തിലെ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കളെയും വിലപ്പെട്ട കർത്തൃദാസനെയും കുടുംബത്തെയും ഞാൻ വന്ദനം ചെയ്യട്ടെ. I thank dear pastor and all the members of this church today that we are able to worship together. ദൈവ സാന്നിധ്യം അനുഭവിച്ചു നിൽക്കുന്ന ഒരു ആരാധന ദൈവം നമുക്ക് തന്നല്ലോ. We thank the Lord that God has given an experience to be in His presence once more. കർത്താവിന്റെ വചനത്തിന് മുമ്പിലായിരിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ഹൃദയവും മനസ്സും തുറന്ന് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. As we are in the front of the word of God, let's open our hearts and minds and receive it with a receiving heart. പാസ്റ്റർ പറഞ്ഞു സമയം പോയാലും കുഴപ്പമില്ലെന്ന്. Pastor said there is no time limit today. പക്ഷേ ഞാൻ അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. But I'm not gonna trouble you today in that way. ഒരു 5 മിനിറ്റ് നേരത്തെ നിർത്താൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. I'll try and finish about 5 minutes a little early. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. So please do not be afraid about it. പ്രാർത്ഥനയോടെ വചനത്തിന് മുമ്പിലായിരിക്കുക. Please be with a prayerful heart. ഇന്നിൻ്റെ ചിന്തയിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. For today's meditation we'll be going to the book of Matthew chapter 11 verses 28 to 33. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. Come to me all who labor and are heavy laden, and I'll give you rest. Take my yoke upon you and learn from me, for I am gentle and lowly in heart. അനുഗ്രഹീതമായ 3 വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചത്. It is a three blessed words that we have read today right now. ഈ വാക്യങ്ങളുടെ പശ്ചാത്തലം ഈ അധ്യായവുമായി ബന്ധപ്പെട്ടതാണ്. When we look into the meaning of these 3 verses, it is in relation to this chapter that we read. ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. And this book is in this chapter is in relation to the book that it is being spoken about. മത്തായി സുവിശേഷത്തിൻ്റെതെന്ന് മാത്രമല്ല, സുവിശേഷങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. Just not the gospel of Matthew, but all the core of all the gospel is our Christ Jesus. 4 സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമായ 150 സംഭവങ്ങളാണ് 4 സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. When we read the gospels, we get to know about 140 small and big things about our Jesus Christ. യേശു ചെയ്ത അത്ഭുതങ്ങളും യേശുവിൻ്റെ ഉപമകളും എല്ലാം കൂടി 150 സംഭവങ്ങളാണ് 4 സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. All the miracles, all the parables that Jesus has done in his life, we see about 150 of them in the gospels. അപ്പോൾ തന്നെ ഏറ്റവും ശക്തമായിട്ട് യേശു കർത്താവ് പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പഠിപ്പീരാണ് മത്തായി സുവിശേഷത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. And one of the main gospels and one of the strong ways Jesus Christ taught was from the gospel of Matthew. അത് ദൈവരാജ്യമായിരുന്നു. It's about the kingdom of God. ദൈവരാജ്യം എന്ന വിഷയം മത്തായി മാത്രമല്ല എല്ലാ സുവിശേഷകന്മാരും എഴുതിയിട്ടുണ്ട്. The subject matter about the kingdom of God, not only the gospel of Matthew, but all the other gospels also have mentioned in there. മത്തായി സുവിശേഷത്തിൽ മാത്രം ദൈവരാജ്യത്തെക്കുറിച്ച് 55 പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയും. About 55 times we see about the message of the kingdom of God in Matthew. മർക്കോസിൽ 20 പ്രാവശ്യം അത് കാണുവാൻ കഴിയും. We see about 20 times in the gospel of Mark. ലൂക്കോസിൽ 46 പ്രാവശ്യം ദൈവരാജ്യത്തെക്കുറിച്ച് കാണാൻ പറ്റുന്നുണ്ട്. We see about 46 times in the gospel of Luke. യോഹന്നാന്റെ സുവിശേഷത്തിൽ 5 പ്രാവശ്യം ദൈവരാജ്യത്തെക്കുറിച്ച് And പറഞ്ഞിട്ടുണ്ട്. about 5 times God speaks about the kingdom of God in gospel of John. അപ്പോസ്തല പ്രവൃത്തികളിൽ 8 പ്രാവശ്യം ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. And in the book of Acts it speaks about 8 times about the kingdom of God. പൗലോസിന്റെ ലേഖനങ്ങളിൽ 14 പ്രാവശ്യം ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. And in the letters of the Paul about 14 times God speaks about the kingdom of God. മറ്റുള്ളവരെല്ലാവരും കൂടെ 16 പ്രാവശ്യം ദൈവരാജ്യത്തെക്കുറിച്ച് And in the പറഞ്ഞിട്ടുണ്ട്. rest of the books it speaks about 16 times of the kingdom of God. ദൈവരാജ്യം എന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദൈവം ഭരണം നടത്തുന്ന ഒരവസ്ഥയാണ്. The kingdom of God represents where God is reigning and is in control of everything. ദൈവരാജ്യത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി പഠിപ്പിക്കുന്നത് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. In the gospel of Matthew chapter 13, God speaks very strongly about the kingdom of God. 13-ാം അധ്യായത്തിൽ തന്നെ ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ഏകദേശം
5 ഉപമകൾ നമുക്ക് കാണുവാനായിട്ട് കാണും. In the chapter 13 of Matthew Gospel, there's about 5 parables that speaks about the kingdom of God. അവിടേക്കൊന്നും ഞാൻ ഇന്ന് പകൽ പോകുന്നില്ല. We're not going towards those 5 parables. ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു കർത്താവിൻ്റെ ഏറ്റവും ശക്തമായ പഠിപ്പീരുകൾ. The subject of the kingdom of God was the main topic that Jesus always taught. കർത്താവിൻ്റെ പഠിപ്പീരുകളിൽ കൂടെ ദൈവരാജ്യം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായി. By the teachings of Jesus, people were able to understand what the kingdom of God is all about. കർത്താവ് ദൈവരാജ്യത്തിലേക്ക് ആളുകളെ വിളിക്കുകയാണ്. And God is calling people into the kingdom of God. എന്താ വിളിക്കുന്നത്? How is he calling? അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കലോട്ട് വാ. And he is calling in such a way that those who all labor and heavy ഞാൻ നിങ്ങളെ I ആശ്വസിപ്പിക്കാം. will give you rest. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാണ്. I'm a person with humble heart and a loyal heart. എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിക്ക്. Look at my face and learn from me. അപ്പൊ നിങ്ങൾക്ക് എന്തോ കിട്ടും? And what would you receive? ആശ്വാസം കിട്ടും. You will receive rest. ദൈവരാജ്യത്തിന്റെ റിസൾട്ടാണ് ആശ്വാസം എന്നുള്ളത്. The result of the kingdom of God is rest. ഇന്ന് പകൽ അസ്വസ്ഥതകൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ, If there is any troubles in your heart, ദൈവസാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. the biggest result of the presence of God in your life is rest. കർത്താവ് പറഞ്ഞത് എന്താ? എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരും. What does God speak about? It says that God's peace will be with you and God's peace will give you rest. അപ്പം ഈ അസ്വസ്ഥതകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവസാന്നിധ്യത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടണം. If there are troubles in your life, we are inviting you to come into the presence of the God. മനുഷ്യൻ ചുമക്കുന്ന 4 ഭാരങ്ങളെ ബൈബിൾ നമുക്ക് പഠിപ്പിക്കുന്നു. There are 4 troubles that men carry as a burden in their hearts. 1 പാപഭാരം, First, the burden of sin. 2 രോഗഭാരം, Second, the burden of sickness. 3 മത നിയമങ്ങളുടെ ഭാരം, Third, religious and legal burdens. എക്സസീവ് ഡിമാൻഡ്സ് ഓഫ് റിലീജിയൻ, മത നിയമങ്ങളുടെ ഭാരം. Excess demand of the religion. അപ്പൊ തന്നെ 4മത്തേതാണ് ആത്മീക ക്ഷീണാവസ്ഥയുടെ ഭാരം. And then spiritual burden that we have. അപ്പൊ 4 ഭാരങ്ങളാണ് മനുഷ്യൻ പ്രധാനമായിട്ട് ചുമക്കുന്നത്. So primarily there are about 4 burdens that a man carries. ഒന്ന് പറയാൻ പറ്റുമോ? Can you say that? നിങ്ങൾ ഭയങ്കര മൗനമായിട്ടിരിക്കുന്നു. Amen. മൗനം വിദ്വാന ഭൂഷണം, അതിമൗനം ഭ്രാന്തിൻ്റെ ലക്ഷ്യം. കേട്ടിട്ടില്ലേ അത്? അപ്പം ഒത്തിരി മൗനമാകരുത്. Do not be too silent in the presence of God. ദൈവസന്നിധിയിൽ മാത്രം ഒത്തിരി മൗനമാകരുത്. You should never be too silent in the presence of the Lord. അപ്പൊ 4 ഭാരം ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ? What are the 4 burdens? 1 പാപഭാരം, 1, burden of sin. 2 രോഗഭാരം, Burden of sickness. 3 മതനിയമങ്ങളുടെ ഭാരം, Burden of excessive religious 4 laws. ആത്മീക ക്ഷീണാവസ്ഥയുടെ And ഭാരം. the burden of spiritual ഈ tiredness. ഭാരം ചുമക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന പാട്ടൊക്കെ നമുക്കറിയാം. There are few songs that speak about these 4 burdens. പ്രിയ ബ്രദറൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട്. Our worship team were able to sing. ഈ നമ്മൾ പഴയ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ. There's a very old song that we usually sing. ഏതാ? കടന്നുവാ, ദിനകരൻ സാർ പാടിയ ഒരു പാട്ടില്ലേ? കടന്നുവാ കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. Come ye to the cross. അപ്പം അറിയത്തില്ല പാട്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മനുഷ്യൻ ചുമക്കുന്ന 4 ഭാരങ്ങളാണ്. There are 4 burdens that human carry. അതിലൊന്നാണ് പാപഭാരം. The first one is the burden of sin. അത് ഭയങ്കര ഗൗരവകരമായ ഒരു കാര്യമാണ്. It is a matter that carries so much weight. പാപം എന്താന്ന് പെന്തിക്കോസ്തുകാരുടെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. There is no reason to teach you about the burden of sin today. കാരണം പാപത്തെ കുറിച്ച് പഠിച്ച് സർട്ടിഫിക്കറ്റ് മുഴുവൻ നമ്മൾ എടുത്തിരിക്കുക. Because we have a certificate in knowing what sin is exactly. സത്യത്തിൽ പാപം എന്താണെന്ന് നമുക്കറിയാമോ? Do we exactly know what sin means? നിങ്ങൾക്ക് ഒറ്റ വാക്കിലൊന്ന് പറയാം. വാട്ട്സ് Can you മീനിങ് tell it in one word of what sin is? എന്താ പാപം? What is sin? എനിക്കറിയാം നിങ്ങൾ ആരും പറയത്തില്ലെന്ന്. കാര്യം നിങ്ങൾക്കെന്നല്ല, നമുക്കാർക്കും അറിയത്തില്ല. I know that none of you will answer because not only you but none of us know what the exact meaning is. കാര്യം നമ്മൾ ഒരിക്കലും പാപത്തെ കുറിച്ച് കേൾക്കുന്നില്ലല്ലോ. Because we are not hearing about sin a lot. നമ്മൾ ഓർക്കുന്നത് നമ്മളെല്ലാം തികഞ്ഞവരാണ്. We all think that we are all perfect. പക്ഷെ പാപം ഭയങ്കര ഗൗരവകരമായ ഒരു സംഗതിയാണ്. But it is a matter of great weight. അതുകൊണ്ട് വിലാപങ്ങൾ 1:14 ഇങ്ങനെ വായിക്കുന്നത്,
That is ലെമന്റേഷൻസ്. in the book of Lamentations it is written. 1:14 ഇങ്ങനെയാ വായിക്കുന്നത്. In the book of Lamentations chapter 1:14 it is written like this. ആ പുസ്തകമൊക്കെ തപ്പിയെടുക്കണ ഇച്ചിരി പാടാ, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു വിടാം. എൻ്റെ അതിക്രമങ്ങളുടെ നുകം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു, അവ എൻ്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു, അത് എൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു, എനിക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. The yoke of my transgressions was bound, they were woven together by his hands and touched upon my neck. He made my strength fail. The Lord delivered me into the hands of those whom I am not able to അപ്പോൾ withstand. അവിടെ പറയുന്നത് അതിക്രമങ്ങളുടെ നുകത്തിന്റെ പ്രശ്നമാണ് പറയുന്നത്. He's talking about in midst of great troubles. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നാം. The Bible speaks about in midst of great troubles and great sin we've been dead. എന്തുകൊണ്ടാണ് അതിക്രമം മനുഷ്യനെ കൊല്ലുന്നത്? Why does great trouble kill people? അതിക്രമത്തിന്റെ നുക എവിടാ കിടക്കുന്നത്? Where is the face of that great trouble? ഉറക്കെ പറ, കഴുത്തേല. It's upon the neck. യോക്ക് എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. You know what a yoke is? മൃഗങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണമാണ് യോക്ക്. It is a device that keeps the animals together. അത് കഴുത്തൽ മുറുകിയാൽ പാപം മുറുകുന്നത് കഴുത്തലാണ്. It is kept on the neck of the animal in the same way sin binds the ശാസ്ത്രീയ neck. വിശകലനമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. Those who are scientifically in learning about scientific things. 1.5 കിലോയിൽ കൂടുതൽ ഭാരം നമ്മുടെ കഴുത്തേ കയറിയാൽ നമ്മൾ മരിക്കും. If you put about more than 1.5 kilograms on our neck, we will die. എന്തുകൊണ്ടാണ് മരിക്കുന്നത്? Why would we die? ഒന്നെങ്കിൽ സ്പൈനൽ കോഡ് ജാം ആകും, ഒന്നെങ്കിൽ സ്പൈനൽ കോഡ് ജാം ആകും. For one reason the spinal cord could break. 2 നമുക്ക് ശ്വാസം മുട്ടും. Second, we will not be able to breathe. രണ്ടിലേത് സംഭവിച്ചാലും നമ്മൾ മരിക്കും. Either one of them, if either one of them were to happen, we will die. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണ്. That is why Bible speaks that the wages of sin is death. അപ്പൊ നൂറ്റാണ്ടുകളായി മനുഷ്യനെ കൊല്ലുന്ന വലിയൊരു നുകമാണേത്? ഉറക്കെ പറ, പാപം. From years, the main thing that kills mankind is sin. പാപം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ കഴുത്തെന്ന് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. Only you realize what sin is, you will be able to break that yoke and bondage. ഞാൻ ഇന്ന് പകൽ സംസാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പാപത്തെക്കുറിച്ച് ആഴമേറിയ ഒരു തിരിച്ചറിവ് നമുക്ക് The ഉണ്ടാകണം. reason why we are standing here and speaking about is that you would realize how weighted the matter of sin is. തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, Not only if you realize what sin is, ആ നുകത്തെ നമ്മുടെ കഴുത്തേന്ന് നമുക്ക് ഇന്ന് പകൽ പൊട്ടിച്ചു കളയണം. you also have to break the bondage of sin today. എന്താ പ്രിയപ്പെട്ടവരെ പാപം? What is sin? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, If we say in one word, ഉൽപ്പത്തി 3:7 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. from the book of Genesis chapter 3 verses 17. നിങ്ങൾക്കറിയാം ആ ഭാഗം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടി തുന്നി, തങ്ങൾ കരയാടെ ഉണ്ടാക്കി. വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച മനുഷ്യനും ഭാര്യയും കേട്ടു. യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ നടുവിൽ അവർ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, അല്ലേ, ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചു. ഞാൻ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, നീ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? അപ്പം പറയാ, തിന്നരുത്. ഒറ്റ സാധ്യതയുള്ളൂ, ഞാൻ അവിടോട്ടങ്ങ് വരിക, ഒറ്റ സാധ്യതയുള്ളൂ നീ ഒളിച്ചിരിക്കാൻ. There is only one reason you are hiding today. ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നോ? You consumed or you ate from the fruit that was forbidden. അപ്പൊ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തിന്നു. And the man said, yes, I ate. എന്തുകൊണ്ടാ? Why? എന്റെ കൂടെ നീ ഇരിക്കാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. Because the woman that you gave said to eat and I ate. അപ്പൊ സ്ത്രീയെ ദൈവം വിളിച്ചു. And then God called the woman. സ്ത്രീയോട് ദൈവം ചോദിച്ചു, നീ ചെയ്തതെന്താ? Why? What did you do, woman? അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു, And she said, പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. the serpent deceived me and so I ate the fruit of the forbidden tree. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. If you read the next word, യഹോവയായ ദൈവം പാമ്പിനോട്, and then the Lord of heaven spoke with the serpent. പാമ്പിനോട് കൽപ്പിച്ചത്. The Lord of the heaven commanded the serpent. ഞാൻ പാപം എന്താന്ന് പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേട്ടോണേ. Listen very carefully. Pastor is going to speak about what sin is. ആദാമിനോട് എന്താ വായിച്ചത്? What did we read about Adam? ആദാമിനോട് What did God say to Adam? ആദാമിനോട് What did God say to Adam? ആ വാക്ക് പറ. Read the verses. ആദാമിനോട് ചോദിച്ചത്. What did God ask Adam? ഹലോ ആദാമിനോട് പറ. ചോദിച്ചത്. So ഹവ്വയോട് പറ.
ഇംഗ്ലീഷിൽ അത് കറക്റ്റ് അല്ലെന്ന് എനിക്കറിയാം. പാമ്പിനോട് പിന്നെ പുസ്തകത്തിൽ നോക്ക്, പാമ്പിനോട് God asked Adam, God asked Eve, but God commanded the serpent. ഹലോ, ആരോടാ ചോദിക്കുന്നത്? Who is it asking to? രാവിലെ 9:00 ഇവിടെ വന്ന് ഇവിടുത്തെ മൈക്കെല്ലാം സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ചിട്ടപ്പെടുത്തി ഒരാള്. There is one person who came at around 9:30 and set everything up here for. നിങ്ങൾ വരുന്ന പോലെ 11 മണിക്ക് കയറി വന്നാൽ ഉറപ്പായിട്ടും പാസ്റ്റർ ചോദിക്കും. If you come at 11 o'clock, pastor will definitely ask you, എന്നാ നേരത്തെ വരാനെന്ന്. why have you not come a little early? 12:15 വന്നവരോടും ചോദിച്ചില്ല. But he did not ask who came at 12:15. പക്ഷേ 9:30 വരാതിരുന്നാൽ ചിലരോട് ചോദിക്കും. But those who come at 9:30, if they don't, pastor is going to ask them. എന്നാ ചോദിക്കാൻ കാര്യം? Why is the reason that he asked them? പറ. Why? ഉത്തരവാദിത്തം ഏൽപ്പിച്ചോണ്ടാ. Because there is a responsibility that was assigned. ആദാമിനോട് ചോദിക്കാൻ കാര്യം എന്നാ? Why did God ask Adam? പറ പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്തം Because ഏൽപ്പിച്ചിട്ടുണ്ട്. there was a responsibility upon Adam. ഹവ്വയോട് ചോദിക്കാൻ കാര്യം എന്നാ? Why did God ask Eve? പറ, ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. Because he has given them a responsibility. പാമ്പിനോട് ചോദിക്കാൻ എന്റെ കാര്യം എന്നാ? Why did God not ask the ഏദൻ serpent? തോട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തവും പാമ്പിനെ ദൈവം Because God did ഏൽപ്പിച്ചിട്ടില്ല. not give a responsibility to the serpent. നമ്മളോട് ചോദിക്കാൻ കാര്യം എന്നാ? Why is the reason he asked you and me? പറ, ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് കൊണ്ട്. Because he has given us a responsibility അപ്പൊ towards us. എന്നോട് ചോദിക്കാണ്, എന്തെല്ലാം ചോദിക്കും? What would God ask me? What all things God ഞാനൊരു asked? ചർച്ചിന്റെ പാസ്റ്ററാണ്. He is a pastor of the church. ഞാൻ 3 പിള്ളേർ അപ്പനാണ്. He is the father of 3 ഒരു children. സെന്ററിന്റെ പാസ്റ്ററാണ്. He is the center of the ഒരു center. സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന He is ദൈവദാസനാണ്. a leader of a community. ഒരപ്പന്റെ അമ്മയുടെ മോനാണ്. He is a son of a father and mother. എന്തെല്ലാം ഉത്തരവാദിത്വം എനിക്ക് ദൈവം What all തന്നിരിക്കുന്നു. responsibility does he have? ആ ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിച്ചത് മനുഷ്യനല്ല, ആ ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിച്ചത് ദൈവമാണ്. The responsibilities were assigned by no one other than the God himself. ആ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടാൽ അതിന്റെ പേരാണ് പാപം. If I fail in those responsibilities that were given to me, it is called sin. അപ്പൊ ഒരു കാര്യം പാപമായി മാറുന്നത് എപ്പോഴാ? കണക്റ്റഡ് ടു യുവർ റെസ്പോൺസിബിലിറ്റീസ്. You need to do your responsibilities. നിങ്ങളുടെ ഉത്തരവാദിത്വവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഒരു മനസ്സിലാകുന്നുണ്ടോ? In relationship to your responsibility, we speak. ഇച്ചിരി എൻ്റെ ഇതൊന്ന് കുറച്ചേക്കാം. ഇച്ചിരി കുറയ്ക്കാന്ന് പറഞ്ഞാൽ മൊത്തം കുറയ്ക്കരുത്, ഇച്ചിരി മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു കാര്യം പാപമായി മാറുന്നത് ഉത്തരവാദിത്വവുമായിട്ടുള്ള ബന്ധത്തിലാണ്. The one reason the thing turns into sin is because of in relationship to the responsibility that was given to you. മക്കളൊക്കെ പറഞ്ഞേ, വാട്ട്സ് ദ മീനിങ് ഓഫ് സിൻ? Children, can you tell what the meaning of sin is? എന്താ പാപം? ഇത് ഫെയിലിയർ ഓഫ് കമ്മിറ്റ്മെന്റ്സ്. The failure of commitments to your That is responsibility. sin. എന്താ പാപം? The failure of commitments to responsibility. അനീഷ് പാസ്റ്റർ മറന്നാലും നിങ്ങളൊന്നും മറക്കരുത്. എന്താ പാപം? Please do not forget what sin is. ഉറക്കെ പറ. Say it aloud. ഇത് ഫെയിലിയർ ഓഫ് കമ്മിറ്റ്മെന്റ്സ്. The failure of commitments. ഒരു കാര്യം പാപമായി മാറുന്നത് The one thing that turns into a sin എന്തുമായിട്ട് ബന്ധപ്പെട്ട is in relationship to what? പറ. Our responsibility. To your responsibility. ഞാനിവിടെ നിന്ന് വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചു. Like we could speak big messages standing here. ഞാനിവിടെ പ്രസംഗിച്ചേ, After speaking over here, ഞാൻ വെളിയിലോട്ട് ഇറങ്ങി നിന്നേച്ച്, and once I go outside ഞാൻ പുക വലിക്കുകയാണ്, സിഗരറ്റ് and I വലിക്കുകയാണ്. start smoking, നിങ്ങൾ എന്തോ പറയും? what would you say? അങ്ങേര് See, that man, പാപം ചെയ്യുന്നു. he's sinning. എടാ, കാനഡയിൽ കാൽഗറിയിൽ വലിക്കുന്ന എല്ലാരും വലിക്കുന്നത് സിഗരറ്റ്. Here in Calgary, in Canada, everybody who smokes is just cigarette. ഞാൻ വലിച്ചാൽ, And if he as a pastor smokes, പറ, പാപം. it becomes a sin. നാട്ടുകാരൻ കണ്ട സിനിമ നീ കണ്ടാൽ, If people watch movie, it is a movie, and if you watch a movie, നാട്ടുകാരൻ ചെയ്താൽ സോഷ്യൽ ഡ്രിങ്കിങ്, നീ ചെയ്താൽ, if people do, it's social drinking, but if you drink, പറ. ഉണ്ടോ കറണ്ട് പോയ പോക്ക് കണ്ടോ? നാട്ടുകാരൻ ചെയ്താൽ വീട്ടുവഴക്ക്, നീ ചെയ്താൽ. So if people outside the society does, it is a normal, but if you do, it is a sin. നാട്ടിൽ ചെയ്താൽ അമ്മായിമ്മ പോര്, നീ ചെയ്താൽ. Amen. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? Are you able to understand what we are trying to tell you today?
ഞാൻ ആദ്യത്തെ ദിവസം വന്നപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു? Pastor said one thing when he came today. കർമ്മേൽ ഗോസ്പൽ അസംബ്ലി സഭയുടെ ഭാഗമായതൊന്നും അല്ല വിഷയം. It's not being a part of Carmel Gospel Assembly. നമ്മളൊരു ദിവസം സ്വർഗരാജ്യത്തിൽ ഒന്നിക്കേണ്ടവരാ. We should one day be in heaven with our Christ. നമ്മൾ ഇനി ഒന്നിച്ച് കാണുന്ന ഒരു ദിവസമുണ്ട് അല്ലേ? There is a day when we will see each other together in that place. ഞാൻ ഇവിടെ നിന്ന് എല്ലാം പെർഫോമൻസ് നടത്തിയാലും എൻ്റെ കർത്താവിൻ്റെ കാഹള സ്വരം കേൾക്കുമ്പോൾ ഞാൻ കാണണമെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം. No matter what kind of performance I do here today, but when the trumpets sound, if I cannot take care of my responsibilities, I shall not be in the heaven where God is. എനിക്ക് വിട്ടിരിക്കുന്ന കുഞ്ഞുമക്കളോടെല്ലാം പറയാനുള്ള കാര്യം, മക്കളെ, നമ്മുടെ കർത്താവിന്റെ വരവിൽ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണമെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. If we should be strengthened in the hand that the God is going to give us, we need to do all the responsibilities that are assigned to us today. മറ്റു പലർക്കും പലതും ചെയ്യാം. Others can do whatever they want in their lives. ലോകത്തിലുള്ള എല്ലാ ഡ്രൈവർമാർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടി അങ്ങോട്ടും ചരിക്കുകയും തിരിക്കുകയും ചെയ്യാം. Every driver in this world can turn and twist their vehicle however they please to do so. ബൈക്ക് ഓടിക്കുന്നവർക്ക് ചരിക്കാം. Those who drive a motorcycle can drive. വള്ളം ഓടിക്കുന്നവർക്ക് ചരിക്കാം. The one who drives a motorboat can also do the same. കപ്പൽ ഓടിക്കുന്നവർക്ക് ചരിക്കാം. The captain of the ship can also do the same. ഞാൻ പ്ലെയിനിൽ കയറുമ്പോൾ അനൗൺസ്മെന്റിനകത്ത് ആദ്യം ശ്രദ്ധിക്കുന്നത് പൈലറ്റിന്റെ പേര് ശ്രദ്ധിക്കാം. The one announcement pastor carefully listens when he's on a flight is the announcement of the pilot. അറബി പേരുവല്ലാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ നല്ല ബുദ്ധി കൊടുക്കണേ, ഇത് നേരെ ചൊവ്വേ കൊണ്ട് അവിടെ തന്നെ പുള്ളി ദുബായി കൂടെ ഓടിക്കുന്നത് പോലെ ആകാശത്തോട് ഇതിട്ട് ചരിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യും. If the pilot's voice sounded like an Arab, then I would pray to the Lord, please Lord Almighty, save me and help me land properly in the place that I have to land. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ചരിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യാം. So anything can be twisted and turned. അച്ഛാ, ഈ കാനഡ ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർക്ക് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചരിക്കാനും തിരിക്കാനും പറ്റുമോ? The locomotive pilot, the person who drives or takes care of a train, can he turn the train however he wish to? കാനഡയിലെ ട്രെയിൻ ഒരു സംഭവം അല്ലേ? It's a big thing for a train here in Canada. എത്ര കിലോമീറ്റർ അതിന്റെ ബോഗി പോകുന്നേ? Such a big train that there are so many locomotives attached to it. എന്താ കാരണം? അത് രണ്ട് ട്രാക്കേ കൂടെ പോകുമ്പോഴാണ് അത് ചെല്ലേണ്ടടുത്ത് ചെല്ലുന്നത്. What is the reason? The only reason it goes to its destination is because it goes on its own track. നമ്മൾ എന്തെല്ലാം പെർഫോമൻസ് കാണിച്ചാലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തോട് നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ, no matter what kind of performance you perform here, if you are not faithful to the responsibilities that have been given to you, എൻ്റെ ഇപ്പോഴത്തെ പ്രസംഗം ശരിയായില്ലെങ്കിൽ അടുത്ത ദിവസം എനിക്കൊരു അവസരം കിട്ടിയെന്ന് വരാം. if today's performance or today's preaching was not correct, pastor might receive another opportunity. നിങ്ങൾ ഇപ്പോൾ ഇട്ട ചായക്കകത്ത് ഇച്ചിരി മധുരം കുറവാണെങ്കിൽ ഇച്ചിരൂടെ പഞ്ചസാര ഇട്ടാൽ അത് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. If you prepare it and there is a little bit of less sugar in it, you could add a little bit more sugar and make it better. പക്ഷേ ഒരു സെക്കൻഡ് ചാൻസ് ഇല്ലാത്ത പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിനെ സേവിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം എല്ലാ ദൈവമക്കളും തിരിച്ചറിയണം. We have to realize that we are in a responsibility or in a calling where we do not have second chances to correct our lives. അതുകൊണ്ട് കുടുംബജീവിതത്തോട് വിശ്വസ്തത പുലർത്തണം. In relationship to your family lives, make your responsibilities. അതുകൊണ്ട് ആത്മീക ജീവിതത്തോട് വിശ്വസ്തത പുലർത്തണം. Show faithfulness towards your spiritual responsibilities. അതുകൊണ്ട് നിങ്ങളുടെ ജോലി സാഹചര്യങ്ങളോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. Show faithfulness towards your professional responsibilities. ഈ കുടുംബം എന്നൊക്കെ പറയുന്നത് എങ്ങനെയും നയിക്കേണ്ട ഒരു കാര്യമല്ല. A family life is not something that you can just take it casually and live about. അത് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. It is a responsibility assigned by the God. സഭയും കുടുംബവും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. It is a plan and purpose of the God about church and family. ബൈബിൾ ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. The Bible begins with a family. ബൈബിൾ കടന്നു പോകുന്നത് മുഴുവൻ കുടുംബങ്ങളിലൂടെയാണ്. Bible speaks completely about a family. ബൈബിൾ ചെന്നവസാനിക്കുന്നത് കുടുംബത്തിലാണ്. Bible ends about a family. ദൈവത്തിന്റെ വചനത്തിന് കാനഡയിലെ കുടുംബമെന്നോ അമേരിക്കയിലെ കുടുംബമെന്നോ ഓസ്ട്രേലിയയിലെ കുടുംബമെന്നോ ഇന്ത്യയിലെ കുടുംബമെന്നോ ഒന്നുമില്ല. ദൈവത്തിന്റെ വചനത്തിന് ബൈബിളിന്റെ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിനനുസരിച്ച് നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുപോകണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. God's word do not have any differences between if it's an American family, if it is a Canadian family, if it is an Indian family. All it matters is that you make your life responsible in regards to
to the word of God. ഇത് കമ്മ്യൂണിയൻ ഓഫ് റിലേഷൻഷിപ്സ്, ബന്ധങ്ങളുടെ കൂട്ടായ്മ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം. Talks about a communion of relationship between families. Your first responsibility is towards God. ദൈവവുമായിട്ട് നിങ്ങളുടെ ഒന്നാമത്തെ The ഉത്തരവാദിത്വം. first responsibility you have is towards a relationship with your God. നിങ്ങൾ തമ്മിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. There is a responsibility of relationship between both. നിങ്ങൾക്ക് സമൂഹത്തോടൊരു ഉത്തരവാദിത്വമുണ്ട്. There is a responsibility towards society. നിങ്ങൾക്ക് സഭയോടൊരു There is ഉത്തരവാദിത്വമുണ്ട്. a responsibility towards your church. ഈ റോമാലേഖനം 12 പഠിക്കണം. When you read the Romans chapter 12, എഫെസ് ലേഖനം 3 പഠിക്കണം. when you read Ephesians chapter 3, തെസ്സലോനിക്ക ലേഖനം പഠിക്കണം. when you read the book of Thessalonians, കൊലോസ് ലേഖനം when you പഠിക്കണം. read the book of Colossians, ഈ എബ്രായ ലേഖനം 13 പഠിക്കണം. when you read the book of Hebrews chapter 13, ഇതെല്ലാം പറഞ്ഞു വരുന്നത് മത്തായി 5, 6, 7 ഇതെല്ലാം പറഞ്ഞു വരുന്നത് കുടുംബത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. Matthew chapter 5, Matthew chapter 6 and 7 all talks about in relationship to a family. ഇതെല്ലാം പറഞ്ഞു വരുന്നത് സഭയെ കുറിച്ചാണ് പറഞ്ഞു It വരുന്നത്. talks about in relationship to the church. നമ്മൾ കർത്തൃമേശ കഴിഞ്ഞു വായിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ. There is a scripture that we read after the Holy Communion. ഏതാ What is that? തെസ്സലോനിക്ക ലേഖനം 5 അധ്യായം അല്ലേ? First Thessalonians chapter 5. അവിടൊക്കെ വരുമ്പോഴത്തേന് പൗലോസ് ടോട്ടലി കൺഫ്യൂസ്ഡ് ആകുക. When he comes to those scriptures, Paul becomes very confused. കുടുംബം ഏതാ സഭ ഏതാന്ന് പുള്ളിക്ക് അറിയാതായി He does പോയി. not know the difference between a family and a church. രണ്ടിനും ഒരുപോലെ ചില കാര്യങ്ങൾ വേണമെന്നാ പുള്ളി പറയുന്നത്. And he instructs in the same way to both the family and the church. ഒന്ന് ഫാമിലി ലീഡർഷിപ്പ്, There should be a leadership of family. രണ്ട് ഫാമിലി ഫെലോഷിപ്പ്, There should be a fellowship with your family. മൂന്ന് ഫാമിലി There വർഷിപ്പ്, should be a worship in the family. ചർച്ച് ലീഡർഷിപ്പ്, There should be a church leadership. ചർച്ച് There ഫെലോഷിപ്പ്, should be a church fellowship. ചർച്ച് There വർഷിപ്പ്. should be a worship inside the കുടുംബം church. സഭ എല്ലാം ഒന്നാകുക പ്രിയപ്പെട്ടവരെ. He combines together worship, the church and the family together. അങ്ങനെ എബ്രായ ലേഖനത്തിൽ വരുമ്പോഴാ പറയുന്നത് സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ അതെല്ലാം പുതുതാകുന്ന ഒരു ദിവസമുണ്ട്. He instructs and says, whatever is in heaven, whatever is in earth shall become new one day. കുടുംബം ശരിയായില്ലെങ്കിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാകത്തില്ല. If your family is not in the right position, whatever is in heaven and whatever is in earth shall not become new. ഫാമിലി ലീഡർഷിപ്പ്. There should be a leadership in your family. എഫെസ് ലേഖനമൊക്കെ പഠിക്കുമ്പോൾ When you read the book of letter of Ephesians, 17 കടപ്പാടുകളാ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളത്. there's about 17 responsibilities it speaks about over there in between a നിങ്ങളതൊക്കെ husband and a wife. വായിച്ചു നോക്കണം. They should all read it. ഞാൻ കല്യാണ പ്രസംഗം നടത്തുകയല്ല, I'm not making a sermon in relationship to a marriage. പക്ഷേ ഒറ്റ കാര്യത്തിലാണ് ഇത് ബോണ്ടായിരിക്കുന്നത്. There's only one thing, it is bound together. ക്രിസ്തു സ്നേഹിച്ചതുപോലെ The way Christ loves, അപ്പൊ സ്നേഹിക്കുന്ന ഭർത്താവ്. a loving husband. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? Are you understanding what we are trying to say? ക്രിസ്തുവിന്റെ സ്നേഹം The love of Christ. സഭയോട് വേണ്ടതും അതാ, You should also have it towards your church. വീടിനോട് വേണ്ടതും അതാ. You should have it same love towards your family. എന്താ ക്രിസ്തുവിന്റെ സ്നേഹം? What is Christ's love? കരുണാസമ്പൂർണനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. A gracious and merciful God who loved us eternally. എപ്പോഴാ? When? ക്രൈസ്തവ സമൂഹത്തിന് കനത്ത സംഭാവനകൾ നൽകാൻ കാലത്തിന്റെ മുമ്പിൽ ദൈവം എടുത്തുയർത്തി നിർത്തിയ 3 ദൈവദാസന്മാരുണ്ടായിരുന്നു. There are 3 great servants of God who God has raised as a blessing unto the society. മഹാകവി കെ.വി. സൈമൺ സാറ്, like a great poet, കെ.വി. സൈമൺ, Ravi Simon, എം.വി. ചെറിയാൻ, M.B. Cherian, പി.എം. സക്കറിയ സാർ, and P.M. Zacharias sir. ഇവരൊന്നിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മ. There is a communion of all 3 of them together. കെ.വി. സൈമൺ സാറിന് മരണക്കിടക്കയാ. Ravi Zacharias sir, there's a death. അവിടെ കെ.വി. സൈമന്റെ മരണക്കിടക്കയാ. മറ്റുള്ളവർ കാണാൻ ചെന്നിരിക്കുക. The K.V. Simon sir was dead and they all went for that funeral service. No, പുള്ളിയുടെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് എന്താ, he was in his deathbed and they were all visiting him. ആ സമയത്ത് ഒരാൾ പറഞ്ഞു ഈ മഹാദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാകാൻ നമുക്ക് അവസരം ഉണ്ടായല്ലോ. At that time one of them said, it is a great opportunity that God has given to be the servants of the Most High. അപ്പം മറ്റേ ആൾ പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവം നമ്മളെ കണ്ടല്ലോ. And the other person said, God has seen us while we were in mother's womb. അപ്പം മിണ്ടാൻ കഴിയാതെ കിടക്കുന്ന ഈ കെ.വി. സൈമൺ സാർ കൈ പുറമോട്ട് കാണിച്ചു. And the K.V. Simon sir, who was not even able to speak, started showing his hand towards the back. അപ്പൊ അവർ വന്നിച്ച് പറഞ്ഞു എന്താ ഈ പറയുന്നത്? And they all came in front of the K.V. Simon sir and said, so what are you trying to tell us? അപ്പൊ
സഹായി വന്നിച്ച് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിനകത്ത് സാറിന് വിയോജിപ്പുണ്ട്. The person who helps KV Simon sir said, in what you said, he has a difference that he wants to state. അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല ദൈവം നിങ്ങളെ കണ്ടത്. He said, not when you were in mother's womb did God see you. എവിടെ വെച്ചാ കണ്ടത്? Where did he see you? ചേർന്ന് പറ പ്രിയപ്പെട്ടവരെ. ഓ ശബ്ദരാരകൾ കടകട്ട ഉലകസ്ഥാപനത്തിൻ മുൻപ് Even before the foundation of the earth was laid. അപ്പൊ കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താ? The specialty of God's എന്റെ love. അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, ആരും എന്നെ കാണുന്നതിന് മുമ്പ് എന്നെ ആദ്യം സ്നേഹിച്ച ദൈവം. Even before your father could love you, even before your mother could love you, the Lord who laid the foundations of the earth has chosen you and seen you. അപ്പൊ ആദ്യത്തെ സ്നേഹം കർത്താവിന്റെയാ. The first love is from God. അത് മാത്രമല്ല പ്രത്യേകത. Not only is that a specialty. എന്റെ സഭയിലെ പല ദൈവമക്കളും പറയാറുണ്ട്. In Pastor Church, there are so many people who tell that. അനീഷ് പാസ്റ്റർക്ക് പഴയ സ്നേഹം ഇപ്പൊ ഞങ്ങളോടില്ല. He says, Anish Pastor does not have that same old love he used to have. ഈ സത്യമല്ലേ? Isn't that the truth? നമ്മുടെ എല്ലാം കുഴപ്പം ഇതാ. It's all the same. All of our the same. ആദ്യത്തെ സ്നേഹം ഇപ്പൊ ഇല്ലെന്ന്. The first love that we have, we do not have നമ്മുടെ right കർത്താവിന്റെ now. പ്രത്യേകത എന്താണെന്നറിയോ? What is the specialty of God's love? ആദ്യം എങ്ങനെയാണോ സ്നേഹിച്ചത്, The way He loved us in the beginning, അതുപോലെ തന്നെ ഇന്നും നമ്മളെ in the സ്നേഹിക്കും. same way He loves us today as well. അവന്റെ സന്നിധിയിലാണ് നമ്മൾ ആരാധിക്കാൻ In His വന്നിരിക്കുന്നത്. presence, we are here today worshiping എന്റെ Him. ദൈവം ആദ്യം എന്നെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ ഇന്നും എന്നെ സ്നേഹിക്കുന്നുണ്ട്. In the same way He loved us in the beginning, is the same way He loves us today and right now. അത് മാത്രമാണോ? Is it at all? ആദ്യം സ്നേഹിച്ചു, In the beginning He loved us, ഇന്നും സ്നേഹിക്കുന്നു. and today He is loving us. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, Amen. അവസാനത്തോളം അവൻ നമ്മെ സ്നേഹിക്കും. By till the end of the times He shall love us. അപ്പൊ കുടുംബമൊക്കെ രക്ഷപ്പെടണമെങ്കിൽ If your family has to be redeemed and saved, എന്തോ ചെയ്യണം? what should you do? ബ്രൈഡൽ മാർച്ചിന്റെ സമയത്തെ സ്നേഹം ഇന്ന് എല്ലാ ദിവസവും ബ്രൈഡൽ മാർച്ച് നടക്കണം. Every day there should be a bridal march in your family. ഹലോ, Amen. അത് ആരാ ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ? Who should take ആദ്യം this? ആരായിരുന്നു ആദ്യം ബ്രൈഡൽ മാർച്ചിന് മുന്നിൽ നടന്ന്? Who is the first person to walk in front of the bridal march? ആ പുള്ളി തന്നെ മുന്നിൽ നടക്കണം. That's the one person who wants to take the first responsibility. സ്നേഹിക്കുന്ന ഭർത്താവ്. A loving husband. പിന്നെ ഭർത്താവിനോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. There's one more thing that the scripture speaks to the husbands. കയ്പായിട്ടിരിക്കാത്ത ഭർത്താവ്. Do not be bitter. സ്തോത്രം. എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞേ? Why does it speak there in that way? ബൈബിൾ പറയുന്നു സ്ത്രീകൾ ബലഹീന പാത്രമാണ്. The Bible says that women are weak vessels. പാസ്റ്റർ, നിങ്ങൾ എന്തോ ഈ പറയുന്നത്? ശൂന്യാകാശത്ത് വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാ ഈ പഴഞ്ഞ പുസ്തകം പിടിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് ബലഹീനതയുണ്ട്. Pastor, what are you trying to say? There are people who have gone into the space and come back and you're telling women are weak vessels. സത്യത്തിൽ In truth, ബലഹീനതയുണ്ടോ? is there any weakness? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, Can I ask this question to you today? ബലഹീനത ഇല്ലായിരുന്നെങ്കിൽ ഏതേൻ തോട്ടത്തിലെ കുടുംബം രക്ഷപ്പെടത്തില്ലായിരുന്നു. If there was no weakness, wouldn't the first family in the Garden of Eden would have been saved? ഏതേൻ തോട്ടത്തിലെ ഹവ്വായിക്കുണ്ടായിരുന്ന സാധ്യതകൾ എന്തൊക്കെയായിരുന്നു? What were the opportunities that Eve had in the Garden of Eden? ഞാൻ 2004 മുതൽ കുടുംബാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ. Pastor has been ministering in families from 2004. ഞാനൊരു കുടുംബ സംഗമത്തിൽ ചോദിച്ചു, ഹവ്വായുടെ സാധ്യതകൾ എന്തൊക്കെയായിരുന്നു? In a family ministry, he asked what could be the opportunities that Eve had in the Garden of Eden. ഒരു സിസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്റർ 3 പ്രത്യേകതയുണ്ടായിരുന്നു. And a sister stood up and said there are 3 specialties or 3 main things. ഞാൻ ചോദിച്ചു എന്തൊക്കെയാ? What are those? പുള്ളിക്കാരി പറഞ്ഞു, ഹവ്വായിക്ക് അമ്മായിമ്മയില്ലായിരുന്നു, നാത്തൂനും ഇല്ലായിരുന്നു. She അന്നേരം കുടുംബ പ്രശ്നം ഒഴിവാക്കാനുള്ള 98% കാര്യം അവിടെ ഉണ്ടായിരുന്നു. അമ്മായിമ്മയില്ലായിരുന്നു, നാത്തൂനും ഇല്ലായിരുന്നു. She said there is no mother-in-law and there is no sister-in-law, so there were no family feuds at all for her. രണ്ടാമത്തെ പ്രത്യേകത, എന്നാ വെച്ച് കൊടുത്താലും കഴിക്കുന്ന കെട്ടിയോനായിരുന്നു ഹവ്വായുടെ കെട്ടിയോൻ. And then the second specialty is that Eve had a husband who would eat anything that was prepared, so no complaints in food. മൂന്നാമത്തെ പ്രത്യേകത, എന്നാ പറഞ്ഞാലും അങ്ങേര് കേൾക്കുകയും ചെയ്യുക. And the third specialty is that whatever Eve said, Adam would listen anything. എന്നിട്ടും ആ വീട് രക്ഷപ്പെട്ടില്ലല്ലോ. And still they were not
saved. അതിന്റെ കാരണം എന്നാ? Why is the reason for that? അതെന്തായിരുന്നു അറിയാൻ നമ്മളെപ്പോഴേ രക്ഷപ്പെട്ടേനെ അല്ലേ? If we knew that, we would have been saved long back. ഈയിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ എന്റെ അടുക്ക പ്രാർത്ഥിക്കാം. There was a couple who came to pastor to pray. രൂക്ഷമായ കുടുംബ പ്രശ്നം. There was very deep troubles in their lives. ഈ എനിക്ക് മനസ്സിലായ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരു 5 വർഷത്തിന് മുമ്പ് ആ പ്രശ്നങ്ങളുടെ ഒക്കെ ആരംഭം. When pastor started speaking to them, he understood that these couple had troubles about 5 years ago, starting from 5 years ago. ഒരു ദിവസം ഈ പുള്ളിക്കാരൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം One day when this husband after work came back home, എന്തോ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ പുള്ളിക്കാരത്തോട് പറഞ്ഞു, എടി ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അശ്വതിയുടെ മുടിക്ക് നല്ല നീളമുണ്ടെന്ന് പറഞ്ഞു. so while they were speaking in the evening, he told his wife that Ashwati, who he works as his colleague, had a beautiful hair. അതൊക്കെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു. And he just said and he left about it. He didn't even think about it. ഈയിടെ ഒരു സംഭവം ഉണ്ടായേ. And then after certain years something happened. ഇവരൊരു കാർ മേടിച്ചു. They bought a car. അവന് മോനായിരുന്നു അത് ഓടിച്ചോണ്ടിരുന്നത്. The son was driving the car. അവൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോ കാർ വീട്ടിൽ ചുമ്മാതെ കിടക്കുക. And then when the son went to Bangalore for studies, the car was at home and nobody was driving it. ഇത് ഡ്രൈവറെ വിളിച്ചോണ്ട് വേണം എവിടെയെങ്കിലും കൊണ്ടുപോകാൻ. And if there is only a driver, could they use the car and go somewhere? ഡ്രൈവർക്ക് 1500 രൂപ ഫുഡ്, പിന്നെ പെട്രോള്. അമ്മ പറഞ്ഞു ഇതിനെക്കാട്ടിലെല്ലാം ഭേദം ടാക്സി വിളിച്ചു പോകുന്നതാണ്. For the driver, they had to pay about 1,500 Indian rupees along with food and fuel and everything. അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്തോ ചെയ്യണം? So they thought, like, what should she do? പുള്ളിക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ ലൈസൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓടിച്ചാ എന്നാ കുഴപ്പം? And she said, like, you have a license, why don't you drive the car? പുള്ളിക്കാരൻ പറഞ്ഞു, എടി എനിക്ക് മുന്നോട്ട് ഓടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, എനിക്ക് വണ്ടി പുറമോട്ട് എടുക്കാനാ പാടെന്ന് പറഞ്ഞു. He said, I have no trouble driving the car forward, but I have trouble driving the cars in the reverse. അപ്പം പുള്ളി പറഞ്ഞു, പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാനല്ലേ ഇവിടെ ക്യാമറയെക്കാട്ടി വലിയ കണ്ണും കൊണ്ട് നിൽക്കുന്നത്, ഞാൻ സൈഡ് പറഞ്ഞു തരത്തില്ല നീ. And she said, the wife said, you know what, why are you so scared? I have eyes more than better than an AI camera and I can direct you when you're going to the back. ആദ്യത്തെ സൈഡ് പറച്ചിലും വണ്ടി എടുക്കും. ഞാൻ വണ്ടി എവിടെ ചെന്നെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, പോർച്ചിന്റെ തൂണേ തന്നെയാ വണ്ടി ചെന്നിരുന്നത്. The first time the husband took the car and she was directing and the car went and hit the porch. അയ്യോ, പുതിയ വണ്ടി ഇടിച്ച ദേഷ്യത്തിന് ഈ അച്ഛൻ ഈ അമ്മാമ്മ ഇനിയും പറയാനൊന്നുമില്ല. And because it was a brand new car and he hit the porch, there was nothing left to scold his wife. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ കെട്ടിയവന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. The middle class family life husbands have സെൻട്രൽ ട്രാവൻകൂറിലെ കെട്ടിയവന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. ഇൻ കേരള സെൻട്രൽ ട്രാവൻകൂറിലെ കെട്ടിയവന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. There is a trouble with all the husbands in Kerala. അവർ എന്തോ പറഞ്ഞു തുടങ്ങിയാലും പുള്ളിക്കാരത്തിയുടെ വീട്ടുകാരെ കുറിച്ച് 4 കാര്യം പറയാതെ പരിപാടി നിർത്തത്തില്ല. Unless the husband speaks about the wife's family, they will not feel satisfied. 10-15 മിനിറ്റ് വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം പുള്ളി പറയും. About 10 to 15 minutes he will speak about his wife's family and the things that are not necessary. പറഞ്ഞതിനെല്ലാം പകരമായിട്ട് പുള്ളിക്കാരത്തി ഒരൊറ്റ വാക്കേ പറഞ്ഞു. And for everything the husband said for the last 15 minutes about her family, the wife only said one thing. പിന്നെ ഓഫീസിലെ അശ്വതിയുടെ മുടിയുടെ നീളം അറിയാവുന്ന നിങ്ങൾക്ക് വണ്ടി പുറമോട്ട് എടുത്തപ്പോൾ നിങ്ങളുടെ കണ്ണെവിടെ പോയേക്കുമായിരുന്നു. The only word she said was that the one who knows that Ashwati's hair was beautiful did not know how to reverse a car to the back. 5 വർഷം കഴിഞ്ഞു. After 5 years, എത്ര കർത്തൃമേശ ഇവിടെ നടന്നെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. they don't know how many holy communions they have taken together. എന്നിട്ടും മനസ്സിൽ നിന്ന് മാറാത്തതാണ് എന്ത്? And still that pain, that hurt was not removed from her ഞാൻ heart. ചിരിക്കാൻ പറഞ്ഞല്ല. It is not something to tell for a എന്താ joke. നമ്മുടെ വീടിന്റെ പ്രശ്നം? What is the troubles or what is the problems that we have in our നമ്മുടെ houses? വീട്ടിൽ ആവശ്യമുള്ളതൊന്നും നമ്മുടെ മനസ്സിലില്ല. We do not keep everything that is useful in our hearts. ആവശ്യമില്ലാത്തതെല്ലാം നമ്മുടെ We മനസ്സിലിരിക്കുന്നു. keep everything that is useless in our നമ്മുടെ hearts. സഭയ്ക്കകത്ത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. There are so many blessed things that happen in our church. അതുവല്ലോ നമ്മുടെ മനസ്സിരിപ്പുണ്ട്. Do we keep those blessed things in our hearts? നമ്മുടെ മനസ്സിരിക്കുന്ന മുഴുവൻ എന്താ? What stays in our hearts? ഇന്ന് പകലതൊന്ന് ഡിലേറ്റ് ചെയ്യാവോ? Can you examine your നിന്നെ heart അത് today? കൊല്ലാതിരിക്കാൻ
not to kill you tonight. നിന്റെ ആത്മീക ജീവിതത്തെ അത് കൊല്ലാതിരിക്കാൻ. Then do not. ശബന ഹതന രബരബ. കാനഡയിൽ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട്. The reason why we are here is for a specific plan and purpose of God. ഞാൻ ചുമ്മാതെ ചിരിക്കാൻ പറയുന്നതല്ല It ഇതൊന്നും. is not to tell casually. യെസ്, ഇന്ന് പകൽ ചില ബന്ധനങ്ങളെ ചിലർ പൊട്ടിക്കാൻ Today പോകുകയാണ്. there are going to be some bondages that are going to be broken. നിങ്ങളെ മുന്നോട്ട് വിടാതെ, നിങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് വിടാതെ ശ്വാസം മുട്ടിക്കുന്ന ചില പാപബന്ധനങ്ങളുടെ കെട്ടുകളെ ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ പൊട്ടിക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ? Today, who is able to break the bondage under the authority and power of God that does not let our families to move forward because of the burden of sin? പാപഭാരം പോലെ തന്നെ കടുപ്പമുള്ളതാണ് രോഗഭാരം. In the same way the burden of sin carries. it ലൂക്കോസ് has the bitterness as well. 13:16 കർത്താവ് അതിനെക്കുറിച്ച് In പറയുകയാണ്. Luke chapter 13 verses 16 it says the same thing. സാത്താൻ 18 കൊല്ലമായി ബന്ധിച്ച അബ്രഹാമിന്റെ മകൾ, The Satan that has bound the women about for 16 years. എല്ലാ രോഗവും ബന്ധനമാണെന്ന് ഞാൻ പറയത്തില്ല. Not every sickness is the not enemy binds it. രോഗമാണെങ്കിൽ വൈദ്യന്മാർക്ക് മനസ്സിലാകും. If there is sickness, the doctors can understand. രോഗമാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാറും. If it is a sickness, if you have some medicine, it will രോഗമാണെങ്കിൽ അത് സ്കാനിങ് വെളിപ്പെടും. if it is a sickness, it will be visible in all പക്ഷെ scans. ഇതൊരു ബന്ധനമാണ്. But this bind, like the എന്തായി bound. ബന്ധനത്തിന്റെ കുഴപ്പം? What is this boundness problem? ബന്ധനം ഒരിക്കലും ഒരു കുടുംബത്തെ നിവരാൻ അനുവദിക്കത്തില്ല. Will not allow a family to arise. ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തെ നിവരാൻ അനുവദിക്കാത്ത, നിങ്ങളുടെ തലമുറയെ നിവരാൻ അനുവദിക്കാത്ത ചില ബന്ധനങ്ങളെ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് പൊട്ടിക്കാൻ നിങ്ങളിൽ എത്ര പ്രിയപ്പെട്ടവർ ഈ പകല് തയ്യാറാ? Today, how many of you are ready to break the bondage that the enemy has bound upon our family, upon our generation, Yes. upon our future today? ഇന്നത്തെ ആരാധനയുടെ അകത്ത് ദൈവസഭയെ നിവരാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്ന ചില കെട്ടുകളെ ദൈവിക അധികാരത്തിൽ നാം പൊട്ടിക്കാൻ പോകുകയാ. Today, in today's worship, God is going to break the bondages that has put upon the church to not to arise and shine for God today. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസമുണ്ട്? How many of you believe today? ഞങ്ങൾ ഇന്ന് പകൽ അഭിഷേകത്തിന്റെ അധികാരത്തോട് നിവരുന്ന പകലായതെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ How many of you believe today that today is a day where we break the bondage of the sin upon this church today? ഇന്ന് നിന്റെ വിടുതലിന്റെ പകലാ. Today is a day of redemption. ഇനിയും ബന്ധിക്കപ്പെട്ട ഒരു ആരാധന വരാൻ ദൈവ സമ്മതിക്കത്തില്ല. ഇന്നത്തെ ആരാധനയുടെ നടുവിൽ നിന്റെ ബന്ധനത്തെ ദൈവം പൊട്ടിക്കാൻ പോവാ. Today, in the midst of this worship, God is going to break the bondage and He's not going to allow you to come anymore in that bondage. അടുത്തത് മതനിയമങ്ങളുടെ ബന്ധനമുണ്ട്. The second burden is the burden of religious law. Third one. The third one. മതനിയമങ്ങളുടെ ബന്ധനമുണ്ട്. The third burden is the burden of religious law. വിചാരവും മന്ത്രവാദവും ഒക്കെ അങ്ങനെയാണ്. The curses and the magicians are all there. അതിനെക്കുറിച്ച് മത്തായി 23:4 അപ്പോസ്തല പ്രവൃത്തി 15:10 പഠിക്കാൻ പറ്റും. We can learn about it in Matthew chapter 23 verses 24 and Matthew chapter 23 verses 4, then Acts chapter 15:10 നമുക്ക് കാണാൻ and പറ്റും. Acts chapter 15 verses 10 we shall be able to read ഇന്ന് that. പകൽ ഞാൻ അതിനെ കൂടുതൽ വിവരിക്കുന്നില്ല. We are not going to speak more about that today. അപ്പൊ തന്നെ ആത്മീക ക്ഷീണാവസ്ഥയുടെ ബന്ധനമുണ്ട്. But and then there is the fourth one, the burden of spiritual weakness. ആവർത്തനം 25:18 നമുക്ക് അതിനെ കാണാൻ പറ്റും. In Deuteronomy chapter 25 verses 18. 25 verses 18 we'll be able to see that. 25:18 നമുക്ക് അതിനെ കാണാൻ And we'll പറ്റും. also see in 25 verses 18 as well. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളെ ഒതുക്കുന്ന These ബന്ധനമാണ്. are all bondages that makes our families bound. ഇന്ന് പകൽ അതിനെ എല്ലാം പൊട്ടിക്കണം. Today we are all going to break them today. നിങ്ങൾ ഇന്ന് പകൽ കുനിഞ്ഞിരിക്കരുത്, നിങ്ങൾ ഇന്ന് പകൽ നിവർന്നിരിക്കണം. To not be bent in the presence of the Lord, but be raised in the presence. ഈ ആരാധന തീരുന്നതിന് മുമ്പ് സ്വർഗ്ഗം ചിലരെ നിവർത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. Before
this worship ends here today, if we are assured that heaven will arise, പാപഭാരമാകട്ടെ, രോഗഭാരമാകട്ടെ, ആവിചാരമാകട്ടെ, ആത്മീക ക്ഷീണാവസ്ഥയാകട്ടെ, നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില കെട്ടുകള് ഇന്ന് പകൽ ദൈവം പൊട്ടിക്കാൻ പോവാ. no matter if it's a burden of a sin, no matter if it's a burden of sickness, no matter what kind of burden today you carry, God is going to break that bondage today. കർത്താവ് വിളിക്കുക. God is calling you today. അധ്വാനിക്കുന്നവരെ, We're calling you, those who labor, ഭാരം ചുമക്കുന്നവരെ, those who laden, നിങ്ങൾ എൻ്റെ അടുക്ക വാ. please come to me. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. I will give you rest. I will give you rest. I will give you rest. ഇന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. I will give you rest today. എനിക്കറിയാം ഈ ആരാധന തീരുന്നതിന് മുമ്പ് ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. Before the worship entered today, there's going to be a great doing of the എല്ലാ Lord today. ദൈവമക്കളും ശ്രദ്ധിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുക. Everybody listen carefully. ഞാൻ ആരാ? Who are we? കർത്താവിന്റെ സ്വഭാവം കർത്താവ് പരിചയപ്പെടുത്തുക. The one who introduces God's character ഞാൻ to us. തീവ്രവാദിയല്ല. He's not a normal person. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. I'm a person with humbleness and എന്റെ humility. മുഖമേക്ക് Come and see my face. അപ്പൊ നിങ്ങളുടെ ആത്മാവിൽ ആശ്വാസമുണ്ടാവും. There will be a rest in your spirit. എന്താ എന്റെ മുഖത്തിന്റെ പ്രത്യേകത? What is the specialty of God's face? മത്തായി 11:30. If you read Matthew chapter 11 verses എന്റെ 30. മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. My burden is low and my yoke is easy and my burden is light. മലയാളത്തിൽ ഇച്ചിരി കട്ടിയുള്ള വാക്കാണ് എഴുതിയിരിക്കുന്നത്. It is a very tough word in Malayalam. എന്റെ കൈ വേറൊരു ബൈബിൾ ഇരിപ്പുണ്ട്. There is another Bible, another translation that Pastor അത് reads. കണിയാമ്പറമ്പിലെ അച്ഛന്റെ ബൈബിളാണ്. It's a Kanyam Parmal Achan's translation. ആ ബൈബിളിനകത്ത് അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. The way it is written over there is like this. ഇംഗ്ലീഷിൽ നിന്ന് നേരെ തിരിച്ചെഴുതിയിരിക്കുക. It is written the exact opposite of what is written in English. എന്റെ മുഖം സുഖകരവും എന്റെ ചുമട് ഭാരം കുറഞ്ഞതുമാകും. My yoke ഇത് തന്നെ. My yoke is easy and my burden is light. എന്റെ മുഖം സുഖകരവും എന്റെ ചുമട് ഭാരം കുറഞ്ഞതും. And my yoke is easy and my burden is light. ഈ കാലത്തെ മനുഷ്യരെല്ലാം ഇഷ്ടപ്പെടുന്നത് എന്താ? What does everybody like in this time? ലൈറ്റ് വെയിറ്റ് അല്ലേ അച്ഛാ? About a lightweight stuff. ലൈറ്റ് വെയിറ്റ് ഡ്രസ്, ലൈറ്റ് വെയിറ്റ് ഫുഡ്, We have lightweight dress, we have lightweight ലൈറ്റ് food. വെയിറ്റ് ചപ്പല്, ലൈറ്റ് വെയിറ്റ് ഐപാഡ്. There is a lightweight slippers, there's lightweight iPads, phones. അച്ഛനോട് ചോദിച്ചു ഡിന്നർ എന്നാ കഴിച്ചെന്ന് ചോദിച്ചേ. If you ask somebody what did you have for dinner, പുള്ളി പറയും ലൈറ്റ് ആയിട്ട് 5 പൊറോട്ട എന്ന്. I had very lightly about 5 parotas. അപ്പൊ ശരിക്കും കണ്ടോ എല്ലാം ലൈറ്റ് ആയി കാലത്തെ മനുഷ്യൻ. Everybody likes something that is light. കർത്താവും പറയാ എന്റെ മുഖത്തിന് ഭാരമില്ല. And God is also telling the same thing, that for my burden is light. ഏതാ അവന്റെ മുഖം? ഏതാ അവന്റെ മുഖം? What is his face? 1 യോഹന്നാൻ 5:3. 1 John 1 verses 3. 1 John 5 verses 3. 1 യോഹന്നാൻ 5:3. 1 John 5 verses 3. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. For this is the love of God, that we keep his commandments. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. His commandments are not burdensome. സ്തോത്രം. Amen. ഹലോ. Amen. His own commandments. അവന്റെ കൽപ്പനകൾ. His commandments. അവന് അതിനെന്തോ ഇല്ല. എന്തൊക്കെ അവന്റെ കൽപ്പന? What are all his commandments? 5:1 മുതൽ വായിച്ചു നോക്കിക്കേ. If you read from 5 verses 1, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. whoever believes that Jesus is the Christ is born of God. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കും. And everyone who loves him who begot also loves him who is begotten of നാം him. ദൈവത്തെ സ്നേഹിച്ചവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ By ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്നതിനാൽ അറിയാം. this we know that we love the children of God, when we love God and keep his commandments. അപ്പൊ 2 കൽപ്പനയാണ്. So there are 2 commandments. എന്തൊക്കെയാണ്? What are they? എന്തൊക്കെയാണ്? What are the 2 commandments? 1 ദൈവത്തെ സ്നേഹിക്കുക. 1 to love your God. 2 മനുഷ്യനെ സ്നേഹിക്കുക. 2 to love your fellow people. ക്രോസിന്റെ 2 വശങ്ങളാണത്. There are 2 sides for a cross. താഴേന്ന് മേളിലോട്ടൊരു ബന്ധം. A relationship from the bottom to the above. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം. There is a relationship between God and us. ക്രോസായ ഒരു ബന്ധം. And then a relationship vertically. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. A relationship between human and human. അപ്പം സ്നേഹത്തിന്ന് വേണം ആരാധിക്കാൻ. So we should worship from love. ഉറക്കെ പറ പ്രിയപ്പെട്ടവരെ. Amen. പേടിച്ചാകരുത് ആരാധിക്കുന്നത്.
We should not be worshiping in fear. എൻ്റെ മക്കൾ എന്നെ അപ്പാന്ന് വിളിക്കുന്നത് പേടി കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. When we call Abba Father, it should not be because of fear, but out of love. നമ്മൾ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ? What is the reason that we are here today, this morning? ഒറ്റ കാര്യത്തിന് ആരാധിക്കാനാ വന്നിരിക്കുന്നത്. Just for one reason, and it's to worship the Lord എന്തുകൊണ്ടാണ് നമ്മുടെ Almighty. അപ്പനെ ആരാധിക്കുന്നത്? Why are we worshiping our Abba ഓ, Father? അപ്പനോടുള്ള നിറഞ്ഞ സ്നേഹം Because of കൊണ്ട്. a filled love for our Abba ഇന്ന് Father. പകൽ ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവരെല്ലാം ഒരല്പസമയം ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. In the fullness of His love, lift up your hand and worship the Lord Almighty. ഈ മതങ്ങളൊക്കെ മനുഷ്യനെ ആരാധിപ്പിക്കുന്നത് എങ്ങനെ? How does religion make people worship? പേടിപ്പിച്ച് ആരാധിക്കും In fear, they make them worship. അല്ലേ? എൻ്റെ വീട്ടിൽ ക്ലീൻ ഷേവിങ് ചെയ്ത് വെള്ള ഷർട്ട് വിട്ട് നിൽക്കുന്ന ഏതേലും ഒരു ആരാധനാമൂർത്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Is there anywhere that you saw an idol where it is clean shaved with a white shirt standing? അങ്ങനെ നിൽക്കുന്നവർക്കൊന്നും ഒരു ഡിമാൻഡും ഇല്ല. There is no demand for people like that. ആ കഴുത്തെ പാമ്പോ കൈ കുന്തോ ഒന്നുമല്ല, ഒരു വെട്ടുകത്തിയേലും കൈ പിടിക്കാത്ത ആരെയും കണ്ടാൽ നമുക്ക് പേടി വരത്തില്ല. So unless there is a snake on the neck or a big knife in the hand, we will not be scared. ഈ പെന്തിക്കോസ്തുകാർ പോലും ആരാധിക്കണം പേടി വരണം. Even if Pentecost people have to worship, they need to be ഇപ്പൊ feared. തെക്കും വടക്കും ഒക്കെ നോക്കിയിരിക്കുന്നവർ ആരാധിക്കാൻ ഒരു വഴി എനിക്കറിയാം. And they will be looking to your left and to your right and not worshiping God. My pastor has a way for it. ഇതിനകത്തിരിക്കുന്ന ആർക്കേലും ഒരാൾക്ക് ഒരു ഭൂതം ഇളകിയാൽ മതി, എല്ലാവരും ദൈവത്തെ ആരാധിക്കും. If a demon manifests here today, right now, everybody will start worshiping. ഭൂതം ഇളകിയതിലുള്ള ആത്മാർത്ഥത കൊണ്ടല്ല, Not because you will not worship because the demon manifested. ഇളകിയ ഭൂതം എൻ്റെ മേ കേറലെന്നും കണ്ട് ദൈവത്തെ ആരാധിക്കും. Because the manifested demon should not be coming on you. എപ്പം ഭൂതം കയറുന്ന ഓരോ ഉറപ്പും ഇല്ലാത്ത ഒരു കൂട്ടരാ പെന്തിക്കോസ്തുകാർ. So we are a group of people who do not know when a demon will be possessed by us. ബിനോജ് പാസ്റ്റർ ഇളകാതിരിക്കുന്നത് കൊണ്ട് ഇല്ലെന്നൊന്നും വിചാരിച്ചേക്കല്ലേ കേട്ടോ. Binoj Pastor, don't think because demons are not manifesting that there are no demons. ചിലർക്ക് ഇളകുന്ന ഒരു സമയമാണ്. There is a time when the demons will manifest. ഇപ്പൊ 12:40 ഇതൊരു 1:40 ചിലർക്ക് ഇളകാൻ തുടങ്ങും. Right now the time is 12:40, and as soon as the clock turns 1:40, the demons for some will start manifesting. വീട്ടിൽ ചെല്ലുമ്പോൾ ചിട്ടയ്ക്കനുസരിച്ചുള്ള കൂട്ടാനും കറിയും കൂടെ അല്ലെങ്കിൽ പ്ലേറ്റിൽ ഒരു കുത്തും കണ്ടിട്ടില്ലേ ഇളകുന്നത്? When you go home and if you don't have the desired dish or the lunch that you have, then there will be another manifestation of there. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇളകുന്ന സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. There should be a change in the behavior in such a ways. ഞാൻ ഇന്ന് പാസ്റ്റർ ഈ ആരാധന നടത്തി ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ ഓർക്കുമായിരുന്നു. So when during the worship, pastor was remembering an event that happened. ഞങ്ങളുടെ ചർച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന ഞങ്ങളുടെ ചർച്ചിൽ The church in which pastor was born and brought up. അവിടെ ആരാധന 10 മുതൽ 1 മണി വരെയാണ്. The worship time is from 10 to 1. ഒരു ദിവസം ഈ സങ്കീർത്തനം വായിച്ചേച്ച് ഒരു പാട്ട് പാടിയ കൂട്ടത്തിൽ ഈ ആരാധനയുടെ ഇടയിൽ ഒരു ഭൂതം ഇളകി. So one day when they were reading Psalms and they started worshiping, a demon manifested. ഈ ഭൂതം ഇളകുമ്പോൾ സാധാരണ എന്താ ചെയ്യുന്നത്? So what do we do when a demon manifests? നിങ്ങൾ കണ്ടിട്ടില്ലേ? Have you seen? കൃപയുള്ള ഒരു 5-6 പേര് ഈ ഭൂതത്തിന്റെ വട്ടം ചുറ്റി നിന്ന് പ്രാർത്ഥിക്കും. Those who are anointed will circle the person who has been manifested by the demon. ഞങ്ങളുടെ കൂട്ടൊക്കെ പായുടെ വള്ളിയും വലിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ തൊടയിലോട്ട് തോണ്ടി ചപ്പച്ചൻ പറയും, പറയടാ യേശുവിന്റെ രക്തം ചെയ്യാൻ പറയും. So all the elders of the church will tell to the children, you know what? Keep telling in the blood of Christ, in the blood of Christ, in the blood of Christ. നമ്മുടെ മക്കളൊക്കെ ആരാധിക്കാത്തതിന്റെ കാര്യം ഭൂതം ഇളകാത്തതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു റോൾ ഇല്ലല്ലോ. The reason why our children do not worship is because the demons are not manifesting. ഞങ്ങൾ ഇങ്ങനെ യേശുവിന്റെ രക്തമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവർ കുറെ പേര് ആരാധിക്കുക. And then some of them will like pastor and all will be saying in the blood of Christ, in the blood of Christ, and some of them will be worshiping. 11:15 എൻ്റെ ഒരു ധാരണ ഇളകിയത്. About like 11:15 around that time is when the demon got manifested. ഇവരെല്ലാവരും പ്രതീക്ഷ ഇത് പെട്ടെന്ന് അങ്ങ് പോകുന്ന. And everybody's expectation was this demon will leave pretty soon. പക്ഷേ 11:30 ആയി. It has become 11:30. 11:45 ആയി. It became 11:45. 12 ആയി. It became 12 o'clock. 12:15 ആയി.
12:15, 12:30 12:30. ആരാധിക്കുന്നവർ തളരുന്നതല്ലാതെ ഭൂതത്തിന് ശക്തി കൂടിക്കൊണ്ടിരിക്കും. Those who were worshipping were becoming tired, but the demon was getting strength after strength. ഞങ്ങളുടെ ഒരു ഉണ്ണിച്ചാനുണ്ടായിരുന്നു, പുള്ളി ഒരു മൂപ്പന, There was an elder in the church under the name Unni നല്ല uncle. മനുഷ്യനാ. He was a really good person. ഈ പുള്ളി ഇടയ്ക്ക് ഉത്സാഹിപ്പിക്കും, പിന്നെയും പോയി വെള്ളം കുടിക്കും, പിന്നെയും തിരിച്ചു വന്ന് ആരാധിക്കും, പിന്നെയും പോയി വെള്ളം. നിങ്ങൾ ചിലർ ഇടയ്ക്ക് ഇറങ്ങുന്ന പോലെ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ പോയും വന്നും ഒക്കെ ഈ പുള്ളി ആരാധിച്ചുകൊണ്ടിരിക്കുക. There was this uncle, Unni uncle, who was a very good man who would encourage, come and worship, encourage them. Then he would go outside and drink something, come back in again and encourage, just like some of us are here today. ഈ 12:30 ആയപ്പോൾ ഉണ്ണിച്ചാന് മനസ്സിലായി, At 12:30, Unni uncle understood. ഈ ഭൂതം ഇന്നോട്ട് പോത്തുമില്ല, ഈ ആരാധനയോട്ട് 1 മണിക്ക് തീരത്തുമില്ല. So he understood that this demon is not going to leave and this worship is not going to end even at 1. ഇതെല്ലാം കൂടെ ചിന്തിച്ചപ്പോഴത്തേനും ഉണ്ണിച്ചാൻ ഭൂതത്തെക്കാട്ടിലൊക്കെ ഇളകി. As soon as he started thinking about it, Unni uncle started getting manifested. അത് ഭൂതമാണോ പ്രഷറാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എന്താണെങ്കിലും ഉണ്ണിച്ചാൻ ഭൂതത്തെക്കാട്ടിലൊക്കെ ഇളകി. Pastor does not know if it was his BP or if it's the manifestation of the demon, but he started becoming more loud than the ഈ person. ആരാധിക്കുന്നവരെ തൊട്ടിച്ചു, എന്തായി കാണിക്കുന്നത്, കുറെ നേരമായല്ലോ. അന്നേരം തന്നെ ആരാധിച്ചവരെല്ലാം അങ്ങ് സ്റ്റക്കായി, ആരാധന നിർത്തി. അന്നേരം പുള്ളി ദേഷ്യപ്പെട്ട് പറയാം, അങ്ങോട്ട് മറിക്ക്, ഒരു വഴി ഒന്നിട്ട്. എല്ലാവരും അങ്ങോട്ട് മാറി വഴി ഇട്ടു, വട്ടം കൂടിയുന്നവരെല്ലാം വഴി ഇട്ടു. അപ്പൊ ഭൂതത്തെ തൊണ്ടിച്ചു ഉണ്ണിച്ചാൻ പറഞ്ഞു, തണ്ടത് വഴി കിടപ്പുണ്ട്, പൊകളം പറഞ്ഞു. അന്നേരം ഭൂതം പോയി. അന്നേരം ഭൂതം പോകാത്തതിന്റെ കാര്യം എന്നാ? അതാ വഴി കൊടുക്കണം, വഴി കൊടുക്കണം. Amen. So Unni uncle got totally frustrated and he started going to the people who were circling this demon and said, he started becoming very angry and he's like, why, what are you guys doing and why is this demon not leaving? And he told all the people who were worshipping to move away, and he told to the demon, here is the one, here is the way, keep moving away from that way. അന്നേരം പോയി. And that demon left right away. നമ്മൾ വഴി കൊടുത്താൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജഡസ്വഭാവം പൊക്കോളും. If you give way without even you knowing, your fleshly desires will leave your body. ഇവിടെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞേച്ച് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭാര്യയോട് പറയാം, എൻ്റെ വല്യപ്പൻ്റെ സ്വഭാവം, അയ്യോ അങ്ങേര് പെന്തിക്കോസ് ഹോളിൻ്റെ അകമല്ല, കള്ളുഷാപ്പിൻ്റെ അകം മാത്രം കണ്ട മനുഷ്യനാ, അങ്ങേരെ സ്വഭാവം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെട്ട അച്ഛ പോവോ ഭൂതം. After speaking in tongues over here and then going back at your home and telling that you are in the same behavior as your great grandfather, that does not reflect who we are. ഈ പേടിച്ചല്ല ആരാധിക്കേണ്ടത്. We should not be worshipping in fear. സ്നേഹിച്ചു വേണം ആരാധിക്കാൻ. In love and in consolation. we should worship. ആരേലും നിർബന്ധത്തിന് വന്നിരിക്കേണ്ട സ്ഥലമല്ല ആരാധനാ സ്ഥലം, കർത്താവിനോടുള്ള സ്നേഹത്തിൽ വരേണ്ട സ്ഥലം ആരാധനാ സ്ഥലം. Worship is not a place of compulsion, but worship is a place of love. ഈ പേടി വരുമ്പോൾ ചൊല്ലുന്ന ഒരു സങ്കീർത്തനം ഉണ്ടല്ലോ, There is a psalms that we recite when we are feared, when we are very scared. കാനഡയിലും അത് തന്നെയാ. അല്ലെങ്കിലും ഞാൻ പറയാറുണ്ട്, ഇരിക്കുകയാണ് ചൊവ്വുള്ളതിൻ്റെ ഒക്കെ അടുക്ക ഇരിക്കണം. If you're sitting, sit close to someone who is anointed. ചുമ്മാ അത് വായി നോക്കി വായിക്കോട്ടയം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നവരെ ഒന്നും എടുക്ക ഇരിക്കരുത്. ഇരിക്കുകയാണ് നന്നായിട്ട് ആരാധിക്കുന്നവരൊക്കെ എടുക്ക ഇരിക്കണം. Sit beside people who are worshiping. Do not sit beside people who are just casually here to worship. 91 കുറിച്ച് എന്താ ഇത്ര പേടിയുടെ കാരണം? What is there that's so special to this, that fear in that Psalms 91? എനിക്ക് 90ന്റെ അടുക്ക കിടക്കുന്നുണ്ടാ 91 മൊത്തം ഒരു പേടിയുള്ളത്. There's about 90, that's where the 91 is about fear. സ്വത്ര. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് ആരാധിക്കുന്നവരുടെ അടുക്കലേ വന്നിരിക്കാവുള്ളൂ. So that is why you have to sit close to people who worship. ഈ ശരിക്കും 91 സങ്കീർത്തനം പേടി എന്നുള്ള ഒരു ആരാധനയല്ല. In reality, Psalms 91 is not about a psalms of fear, of a worship out of അത് fear. സ്നേഹത്തിന്റെ ഒരു പ്രതികരണം. It is a result of the love ഈ that we have. 91ന്റെ ചരിത്രം The history of the Psalms 91, യഹൂദ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ടതാണ്. according to the law of Judah, ഒരു യഹൂദ കുഞ്ഞിനെ, according to the child of Judah, പ്രത്യേകിച്ച് ആൺകുഞ്ഞാണെങ്കിൽ if they are a son, 5ാമത്തെ വയസ്സിൽ അവർ ന്യായപ്രമാണം പഠിപ്പിക്കാൻ തുടങ്ങും. at the age of 5 they have to learn the law. എത്ര വയസ്സ് വരെ പഠിപ്പിക്കും? Till what age should they learn? 13 വയസ്സ് വരെ പഠിപ്പിക്കും. To the age of 13 they have to learn the law. ഈ എത്ര നിയമങ്ങളാ ന്യായപ്രമാണം? How many laws is the entire book of law? 613 നിയമങ്ങൾ. There are about 613 laws. 613 നിയമങ്ങൾ. There are about 613 ലോകത്തിലെ laws. ഏറ്റവും തികവുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ന്യായപ്രമാണം. The biggest constitution is the book of law. ബിഗസ്റ്റ് അല്ല, തികവുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ന്യായപ്രമാണം.
a complete, the book of law is the complete law that we have in the world. മോറൽ ലോസ് ഉണ്ട്, There are moral laws, സിവിൽ ലോസ് ഉണ്ട്, there are civil laws, സെറിമോണിയൽ ലോസ് ഉണ്ട്. there are ceremonial laws, അപ്പൊ 613 നിയമങ്ങൾ. there are about 613 laws. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവനൊരു പേര് വീഴും, ന്യായപ്രമാണത്തിന്റെ പുത്രൻ. Once they have learned these 613, they'll be called as sons of law. നമ്മുടെ യേശു അത് മുഴുവൻ പഠിച്ചതായിരുന്നു. Our Jesus learned the entire 613 പഠനം laws. കഴിഞ്ഞാൽ Once the studies are completed, അവർ പഠിച്ചതിനൊരു പരീക്ഷയുണ്ട്. there will be an exam for what they have learned. അവരെ ആദ്യം മുതൽ പഠിപ്പിച്ച ശാസ്ത്രിമാര് കാണും, They will be, the teachers will be present. who അവരുടെ have taught them. റിലേറ്റീവ്സും കസിൻസും കാണും. There'll be relatives and cousins of the child. എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു They'll all be assembled together. ആദ്യം ഒരു പഠിക്കുന്നത് എലിയോൻ, ദൈവം അത്യുന്നതനാണെന്നാണ് The പഠിക്കുന്നത്. first thing that they learn is about Elion, saying that God is almighty. ആ ദൈവത്തെ ആദ്യം പരിചയപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും അപ്പനാണ്. The first person to introduce to the child is a father. പിന്നെ ശാസ്ത്രിമാരൊക്കെ പഠിപ്പിക്കുമായിരുന്നു. Then the teachers of the law will begin. പക്ഷെ പഠനം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ Once the studies are complete, ഇതുപോലൊരു ഫംഗ്ഷൻ, it'll be a small function ഈ like this. ഫംഗ്ഷനകത്ത് അപ്പനും മോനും കൂടെ സ്റ്റേജിൽ കയറും. Both the father and the son will be upon the stage. എന്നിട്ട് And then ദൈവത്തെ അപ്പൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. the father introduces the God to the son. എന്നിട്ട് മോനോട് പറയും ദൈവത്തെ കുറിച്ച് പറയാം. And then he will tell to the son to tell about God. അവൻ അറിയാവുന്നതൊക്കെ ദൈവത്തെ കുറിച്ച് പറയും. And then the son, whatever he has learned, whatever he knows, tells about the God. പറയുന്നതിനനുസരിച്ച് അവർ സംശയങ്ങൾ ചോദിക്കും. And the way he explains and tells, the people who sit asks questions. സംശയങ്ങൾക്ക് അവൻ തെളിമയോടെ ഉത്തരം പറയും. And he should have to tell the answer along with the proof. ഉത്തരങ്ങൾക്കനുസരിച്ച് അവർ സമ്മാനം കൊടുക്കും. അവന് ന്യായപ്രമാണത്തിന്റെ പുത്രൻ എന്ന പേര്. And based on the answers that he tells, he will be given a gift and the title the son of law. അങ്ങനെ ദാവീദ് എന്ന് മോശെ എഴുതിയെന്ന് പറയുന്നുണ്ടെങ്കിലും മോശയെക്കാൾ എനിക്കിഷ്ടം 91 സങ്കീർത്തനം ദാവീദുമായി കണക്ട് ചെയ്യാനായിട്ട്. 91, the Psalms 91 talks about Moses, but also pastor would like to connect David with Psalms 91. അതിന്റെ കാരണം ഞാൻ ഇപ്പൊ പറയുന്നില്ല. 90 മോശ എഴുതിയത് കൊണ്ട് അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന പേരില്ലാത്തതിന് അവര് പഴയ അതിന്റെ മേളിൽ കിടക്കുന്ന 91ന്റെ പുറകെ 90 ആയതുകൊണ്ട് അവരങ്ങ് അനുമാനിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. So usually people relate Psalms 91 with that it is written by Moses, because the only reason is that Psalms 90 was written by Moses and Psalms 91 doesn't have a title or an author, and so they relate it with Moses. മോശയെക്കാട്ടിൽ എനിക്കതിനെ ബന്ധിപ്പിക്കാൻ ഇഷ്ടം ദാവീദുമായി. The pastor would like to link Psalms 91 to David more than Moses. ദാവീദ് എന്ന് പറയുന്ന ഒരു അപ്പൻ, a father who's named David, അവനൊരു മോനുണ്ടായി. and he had a son, അവന്റെ പേരാണ് ശലോമോൻ. and his name was Solomon. ശലോമോനെ അപ്പൻ പഠിപ്പിച്ചു ന്യായപ്രമാണം. And Solomon was taught by David the law, the book of പിന്നെ law. അറിവുള്ള ശാസ്ത്രിമാര് പഠിപ്പിച്ചു. And then the teachers of the law taught പഠനം Solomon. പൂർത്തീകരിക്കപ്പെട്ടു. Once the studies were complete, ഇതുപോലൊരു ഫംഗ്ഷൻ നടക്കുക. and then there was a function that was set up, അപ്പനും മോനും കൂടെ സ്റ്റേജിൽ കയറി. and David and Solomon were on the stage together, അപ്പൻ മോനോട് ദൈവത്തെ കുറിച്ച് പറയാം. and David is speaking about God to Solomon. എന്താ ശലോമോനോട് പറയുന്നത്? And what is he saying to Solomon? 91 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. 91 verses 1. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. Everybody say it aloud. മോനെ ശലോമോനെ, Son Solomon, എടാ അത്യുന്നതനായ ഒരു ദൈവമുണ്ടാ. there is a God in the Most High. ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വെയിലുകൾ അടിച്ചപ്പോൾ അവിടൊക്കെ എനിക്ക് തണൽ നൽകിയ അത്യുന്നതനായ ഒരു ദൈവം. There is a God in the Most High. In the life that I've spent in the past when I was going through troubles, there was a God who was a shade and a shadow for him. അപ്പൊ എല്ലാ ആരാധനയിലും വന്നിരുന്നു വെച്ച് ദൈവം അത്യുന്നതനാണെന്ന് ആദ്യം പറയേണ്ട ഉത്തരവാദിത്വം ആരുടെ ഉത്തരവാദിത്വമാണ്? ഉറക്കെ പറ. അപ്പന്റെയും അമ്മയുടെ ഉത്തരവാദിത്വമാണ്. It is the responsibility of the parents. It is the responsibility of the fathers and the mothers to say that the God is the God of the Most High. ശബാരാധന. നിങ്ങൾ പാസ്റ്ററെ കേൾപ്പിക്കാനല്ലത് പറയുന്നത്, നിങ്ങൾ ചർച്ചിനെ കേൾപ്പിക്കാനല്ലത് പറയുന്നത്. നിങ്ങളുടെ ദൈവം അത്യുന്നതനാണെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ തലമുറ കേൾക്കട്ടെ. Not to make your pastor compare, not for your church that you should say that the God is the Most High. You should praise and worship the God that your generation will see and worship you along with എന്റെ him. ദൈവം അത്യുന്നതനാണെന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന എത്ര പ്രിയപ്പെട്ടവർ ഈ ആരാധനയുടെ നടുവിൽ ഇരിപ്പുണ്ട്. Many of you are here who can say God, the God is the Most High. ശബാരാധരാധര. ദൈവം അത്യുന്നതനാണെന്ന് പറഞ്ഞപ്പോ When he said the God is the Most High, രണ്ടാമത്തെ വാക്യ ശലോമോൻ പറയുകയാ. and the second word Solomon
Solomon is telling. എന്താ പറയുന്നത്? He's saying, അപ്പൊ അപ്പം പറഞ്ഞ ദൈവം ഉണ്ടല്ലോ, God, the Father, the God you said, ആ ദൈവം എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവുമാ. and Solomon says, God, Father, the God that you said, He is my refuge and my fortress. My God, in Him I will trust. രണ്ടാം വാക്യ ശലോമോൻ പറയുന്നത് കേട്ടപ്പോ When they heard Solomon saying the verses 2, 3 മുതലുള്ള വാക്യം ദാവീദ് പറയുകയാ, and from verses 3, David is telling. 8 വരെ പറയുകയാ, He's telling from verses 3 to എടാ 8. ദൈവം, നീ പറഞ്ഞില്ലേ ദൈവം നിന്റെ സങ്കേതമാണെന്ന്, You told that He is your refuge and fortress. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം. I'm going to give you a trust and a hope. ഉറക്കെ പറ പ്രിയപ്പെട്ടവരെ, അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ He shall deliver you from the snares of the fowler and the perilous pestilence. നീ അവന്റെ ചിറകിൻ നിഴലിൽ ശരണം He പ്രാപിക്കും. shall cover you with His അവന്റെ feathers. വിശ്വസ്തത നിനക്ക് പരിചയം His പലകയുമായിരിക്കും. truth shall be your shield and buckler. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെ ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. You shall not be afraid of the terror by night, nor of the arrows that flies by the day. ഓ, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ ശത്രുവിന് വരുന്ന പ്രതിഫലം നോക്കി കാണോ. Oh, only with your eyes shall you look and see the reward of the wicked. ആര് പറയുക? Who is saying this ദാവീദ് verse? പറയുക. David is telling this ഉറക്കെ പറ verse. പ്രിയപ്പെട്ടവരെ. Oh, tell it loud, my ഒന്നാം people. വാക്യം ദാവീദ് പറഞ്ഞു, Oh, the verses 1 was said by രണ്ടാം വാക്യം David. ശലോമോൻ The പറഞ്ഞു, verses 2 was said by Solomon. 3 മുതൽ 8 വരെ ദാവീദ് And പറഞ്ഞു. from verses 3 to 8, David is speaking. ഇത് today. കേട്ടപ്പോഴത്തേന് 9-ാം വാക്യം ശലോമോൻ And പറയുക. again from verses 9, Solomon is speaking. എന്താ ശലോമോൻ പറയുന്നത്? He's saying over there, യഹോവേ, oh my God, ഉറക്കെ പറ, oh my God, അങ്ങന്റെ സങ്കേതമാണ്. you are my refuge. You are my refuge. You are- Jesus. ഞാൻ അടുത്ത 5 മിനിറ്റിനകത്ത് പറഞ്ഞു നിർത്ത്, ശ്രദ്ധിച്ച് കേട്ടോണം. We're going to finish in another 5 minutes. Please listen to us very carefully. ഒന്നാം വാക്യം ദാവീദ് പറയുക, The first verses were spoken by David. രണ്ടാം വാക്യം ശലോമോൻ പറയുക, The second verses were spoken by Solomon. 3 മുതൽ 8 വരെ ദാവീദ് പറയുക, And from 3 to 8, David is speaking again. 9-ാം വാക്യം ശലോമോൻ And പറയുക. again, verses 9, Solomon is speaking. ഇത് കേട്ടപ്പോ 10 മുതൽ 13 വരെ ദാവീദ് And പറയുക. again, as he heard Solomon speak, verses 9, David is speaking from 10 to 13. എടാ, നീ പറഞ്ഞില്ലേ ദൈവം നിന്റെ സങ്കേതമാണ്, You said God is your refuge. അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു ഉറപ്പ് തരാം. Again, I'm going to give you a hope and a ഉറക്കെ trust. പറ പ്രിയപ്പെട്ടവരെ, Oh, let's say it aloud. ഉറക്കെ പറ. Oh, say it aloud. എന്താ ഉറപ്പ്? What is the trust? ഒരനർത്ഥവും നിനക്ക് No evil shall befall you. വരത്തില്ലെന്നല്ല, It does not say it will not come. വന്നാലും ഭവിക്കത്തില്ല. Even if it come, it shall not affect ഒരു you. ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. No plague shall come your dwelling. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് In all your ways there shall be angels. നിന്നെ കുറിച്ച് ദൈവം ആ ദൂതന്മാരോട് He കൽപ്പിക്കും. will command His angels to guard your ways. നിന്റെ കാലുകളിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് In your hands you bear, let your dash foot against the അവൻ stone. നിന്നെ കൈകളിൽ വഹിക്കും. He shall bear you up in His hands. ശബാരാധാരാധ അടുത്തത് പറയുകയാ, And next he says, സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും. Amen. You shall tread upon the lion, ബാലസിംഹത്തെ പെരുമ്പാവിനെ നീ മെതിക്കും. the young lions and the serpent you shall trample under your feet. റാന്നിക്കാരനായ ഉദ്ദേശിയായതുകൊണ്ട് എനിക്കറിയാം, പെരുമ്പാമ്പരെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ നിന്റെ ആരോഗ്യത്തെ, നിന്റെ ആയുസ്സിനെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ വരിഞ്ഞു മുറുക്കി. ഓ, ചില കെട്ടുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടുക. Amen. In the name of Jesus today, every bondage that the enemy bound upon Shabbat. your physical health, upon your finances, upon your future, we declare and decree today that it will be broken right now. സഹോദരങ്ങളെ, സ്നേഹിച്ച് ദൈവത്തെ ആരാധിച്ചു. Oh, worship Him in love today, right ഇന്ന് now. പകൽ ഒരു അത്ഭുതം നടക്കാൻ പോവുക. Today there is going to be a miracle that is going to happen. നിന്റെ ഭാവി, പ്രത്യേകിച്ച് എന്നോട് ദൈവാത്മാ ഇടപെടുക. God is speaking to the world. കുടുംബജീവിതത്തിൽ വെളിപ്പെടേണ്ട തലമുറ എന്ന അവകാശത്തിനെതിരെ ചിലതിന്റെ ഭാവിയെ കെട്ടിവെച്ചിരിക്കുന്ന കേട്ട് ഇന്നത്തെ ആരാധനയുടെ അകത്ത് യേശുവിന്റെ നാമത്തിൽ പൊട്ടാൻ പോവുക. Today, God is speaking specifically to Pastor. The enemy
enemy that has bound the inheritance of children. Today, God is breaking that bondage. Worship Him in truth and love. കൈ ഉയർത്തി പിടിച്ചിരിക്കുന്ന ബ്രദറിനോട് ശക്തമായി ദൈവാത്മാവ് പറയുന്നു. Oh, Brother Burnett, God is speaking to you very carefully. ഇന്ന് പകലൊരു വലിയ വ്യത്യാസം നിന്റെ ചില വിഷയങ്ങളിൽ ദൈവം അയക്കാൻ Oh, പോകുന്നു. God is going to bring new changes into your life. എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരുന്നോണേ. Oh, everybody close your eyes and pray unto the Lord. കർത്താവിന്റെ കരം ഇന്ന് പകൽ നിന്നെ തൊടാൻ പോവാ. The arm of the Lord is going to touch you today. കർത്താവിന്റെ കരം നിന്റെ കുടുംബത്തെ തൊടാൻ പോവാ. The arm of the Lord is going to touch your family. സഹോദരങ്ങളെ, oh brothers, ഒന്നാമത്തെ വാക്യം ദാവീദാ പറഞ്ഞത്. The first word was spoken by David. രണ്ടാമത്തെ വാക്യം ശലോമോനാ പറഞ്ഞത്. The second word was spoken by Solomon. 3 മുതൽ 8 വരെ ദാവീദാ പറഞ്ഞത്. And from 3 to 8 David spoke. 10 മുതൽ 13 വരെ ദാവീദാ And പറഞ്ഞത്. from 10 to 13 David spoke for those verses. പക്ഷേ 14 15 16 വാക്യം. When 14, 15, 16 came, ആരാ പറഞ്ഞത്? who said those words? ആരാ പറഞ്ഞത്? Who said this? തുടങ്ങിയത് വിനോജ് പാസ്റ്റർ. Oh, it was started by Binoj Pastor. ഇടയ്ക്ക് പാടിയത് നമ്മുടെ സഹോദരങ്ങളാണ്. And our brothers were worshiping in between. ഇടയ്ക്ക് പ്രസംഗിച്ചത് അനീഷ് പാസ്റ്റർ. And in between Anish Pastor ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മുടെ ബ്രദറാ. translated by me. പക്ഷേ But സ്നേഹിച്ച് നീ ദൈവത്തെ ആരാധിച്ചാൽ, when you worship in love, നിന്റെ ആരാധനയ്ക്ക് ആശീർവാദം പറയുന്നത്, and the benediction that for the നിന്റെ worship, ആരാധനയ്ക്ക് ആമേൻ പറയുന്നത്, the amen that we said to your worship, മനുഷ്യനല്ല കേട്ടോ. oh, today it will not be a human. ആര് പറയും? Who will say that? ഉറക്കെ പറ. Who will say that? എനിക്ക് വേണ്ടി ദൈവം ചിലത് സംസാരിക്കും. Today God is going to speak something to me. 10 മുതൽ 12:45 വരെ വന്നിരുന്ന ചുമ്മാതെ ഞാൻ പോവുമല്ല. എന്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് ഞാൻ ആരാധിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം ചിലത് സംസാരിക്കും. When you worship the Lord from 10:30 to 12:45 in truth and spirit and in love, something God is going to reveal to you today. ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് സംസാരിക്കാൻ പോവുക. God is going to speak something to you today. അടുത്ത ദിവസങ്ങളിൽ നിന്റെ ജീവിത സാഹചര്യത്തിൽ നീ അത് കാണാൻ പോകുകയാ. In your life situation, you are going to see those changes. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Are you going to believe that today? ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ ഇവിടെ കാണുന്നു. The presence of the Lord that is present over here. നിനക്ക് വേണ്ടി സംസാരിക്കാൻ മനുഷ്യനില്ലെങ്കിലും, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെങ്കിലും, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം എഴുന്നേൽക്കാൻ പോകുകയാ. Today if there is no human to speak to you, today if there is no person to speak to you, God is going to arise and speak to you. എന്താ ദൈവം സംസാരിക്കുന്നത്? What is God speaking to you? എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. Everybody say that today. ദൈവം പറയുകയാ, God is saying, എന്റെ പൈതൽ എന്നോട് ചേർന്നിരിക്കുക, oh, be in close communion എന്റെ with me. പൈതൽ എന്നോട് പറ്റിയിരിക്കുക, If my child is close to me, ഞാൻ അവനെ വിടുവിക്കും. I will deliver him. 6 കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു. I have delivered you from 6 times. 7ാമത്തേതിൽ തിന്മ നിന്നെ തൊടുകയില്ല. 7th time no evil shall befall you. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉറക്കെ പറ, Those who believe say it aloud. ഇതെന്റെ വിടുതലിന്റെ സമയമാ. It's the time of your deliverance. ആത്മാവിൽ ഉറക്കെ പറ. Say it aloud in your spirit. ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. Today God is touching. ഒത്തിരി പേരെ ദൈവാത്മാവ് തൊടുന്നുണ്ട്. ഒത്തിരി പേരെ ദൈവാത്മാവ് തൊടുന്നുണ്ട്. God is touching so many people who are നിന്നെ ഒതുക്കി വരിഞ്ഞു കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പൊട്ടുകയാ. The Holy Spirit is breaking those bondages that has bound you so far. ഓ, ഞാനിപ്പോ കാണുന്നു ശിംശോനെ കെട്ടിയ കയറ് ചണനൂല് പോലെ അഴിഞ്ഞു മാറിയതുപോലെ ഇന്ന് പകൽ നിന്നെ കെട്ടിവെച്ച പൊട്ടട്ടെ പൊട്ടട്ടെ പൊട്ടട്ടെ. The same way the ropes that has bound Samson right now in the mighty name of Jesus. എടാ, ദൈവം ഒരുത്തനെ വിടുവിക്കാൻ തീരുമാനിച്ചാൽ If God decides to deliver ആർക്കാ തടയാൻ പറ്റുന്നത്? somebody, can stop the Almighty. ഇന്ന് പകൽ നിന്നെ വിടുവിക്കാൻ ദൈവം തീരുമാനിച്ചാൽ ഏത് സിംഹക്കുഴിക്കാൻ നിന്നെ തടയാൻ പറ്റുന്നത്? If God decides to save you today, what could stop him from doing that? ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. Oh, worship the Lord in strength and in spirit. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. If you are close to him, I will deliver him. എന്റെ നാമത്തെ ഉയർത്തി ഞാൻ എന്റെ നാമത്തെ അറിയ ഞാൻ അവനെ ഉയർത്തും.
He shall call upon my name and I will answer him. മനുഷ്യൻ ഉയർത്തണേ If man were to lift you up, പല ക്രൈറ്റീരിയ നോക്കും. they'll look at so many criteria. വിദ്യാഭ്യാസം നോക്കും, They'll look at your education. കഴിവ് നോക്കും, They'll look at your talent. ജാതി നോക്കും, They will look at your religion. ലാംഗ്വേജ് നോക്കും, They will look. നിങ്ങളുടെ ഔട്ട്ലുക്ക് നോക്കും. They will look your appearance. പക്ഷെ ദൈവത്തിന് ഇത് വലിയ വിഷയമാണ്. Oh, is that a matter to the Lord Almighty? എടാ 4 വാക്ക് ഒരുമിച്ച് പറയാൻ പറ്റാത്ത ഒരു വിക്കനെ പിടിച്ചു ദൈവം പറയാ. A person who could not speak 4 words, God is telling about him. ഞാൻ നിന്നെ മുന്നിൽ നിർത്താൻ പോവാ. I'm going to make you stand in the front. 10 പേരുടെ മുമ്പിലല്ല, It's not in front of 10 people. 30 പേരുടെ മുമ്പിലല്ല, Not in front of 30 people. 3000 പേരുടെ മുമ്പിലല്ല, Not in front of 3,000 people. 3 ലക്ഷം പേരുടെ മുമ്പിലല്ല, Not in front of 300,000 people. 30 ലക്ഷം പേരുടെ മുമ്പിൽ. About 30,000 people. ഇന്ന് പകൽ ദൈവം നിന്നെ തൊടാൻ പോകുകയാണ്. Today God is going to touch you. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നു? How many of you are understanding നിന്റെ this word? ചരിത്രത്തെ മാറ്റുന്ന ഒരു God is പകലായി. going to change your history this അവൻ morning. എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. If you set close to him, അവൻ I എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. will. Because he knows my name, I will set him on high. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരുന്ന് ഉത്തരം അരുളും. I will be in trouble, I will deliver him in honor. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. And I will redeem him and ഇന്ന് satisfy him. പകൽ നിന്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോവാ. To this morning, God is going to change ഈ your ദൂത് situation. മനസ്സിലായ ദൈവമക്കളെ 2 കര ഉയർത്തി പിടിച്ച് So ദൈവത്തെ understand this സ്തുതിച്ചാട്ടെ. word, raise your hands and ശബ്ദം worship. ഉയരട്ടെ Oh, പ്രിയപ്പെട്ടവരെ. lift up your voice and നിന്റെ worship ചരിത്രം today. ദൈവം മാറ്റാൻ തീരുമാനിച്ചിരിക്കുക. Today God is going to change your നിന്റെ history. അവസ്ഥ ദൈവം മാറ്റാൻ തീരുമാനിച്ചിരിക്കുക. God is going to change your situation. ദൈവം നിനക്കൊരു ബ്രേക്ക് ത്രൂ തരാൻ God പോകുകയാ. is going to give you a breakthrough. ആരാ പറഞ്ഞത് നീ രക്ഷപ്പെടത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നീ ഉയരത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നിന്റെ ചരിത്രം മാറത്തില്ലെന്ന്? Everybody said your history will not change. ശബാരാധാര. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് Everybody please arise കണ്ണടച്ച്. and close your eyes. പാസ്റ്റർ, ഈ മെസ്സേജ് എനിക്ക് മനസ്സിലായി. Pastor, I understood this message today. എനിക്കൊരു ബ്രേക്ക് ത്രൂ വേണം. I need a breakthrough in my life. എനിക്കൊരു ബ്രേക്ക് ത്രൂ വേണം. I need a breakthrough in my life. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Please pray for me, Pastor. നിങ്ങൾ അങ്ങനെ ഉള്ളവർ മാത്രം കര ഉയർത്തി. If there is anybody like that, please എല്ലാ lift കര up your hand. ഉയർത്തരുത്, എല്ലാ കര ഉയർത്തരുത്. Not everybody who has received this എനിക്കൊരു word. ബ്രേക്ക് ത്രൂ വേണം. I need a breakthrough. ശബാരാധാര. നിങ്ങൾ ഒന്ന് മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ Please come forward and Pastor is gonna ശബാര. pray for you. സഹോദരന്മാർ ഈ ഭാഗത്ത്, സഹോദരിമാർ ഈ ഭാഗത്ത്. Brothers on the one side and the sisters on the one Quarty, side. please come forward. Judaraka shabal. Anybody who has received that word and want Yes. a breakthrough in your life today, Utara Pastor is rabara. going to pray for you today. Yes, സഹോദരിമാർ ഈ ഭാഗത്ത് Sisters on നിന്നാട്ടെ. the one side and brothers on the one ജുദാരബരവ. side. ഈ പകൽ ഒരു ദൈവിക അധികാരം ചലിക്കുക. Oh, there is an authority Come today that forward, is here. come forward. മുന്നോട്ട് കയറുന്നാട്ടെ. ശതാര. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നുണ്ട്. Today, Holy Spirit is going to touch you. എനിക്കറിയാം ചില കുടുംബങ്ങളുടെ ചരിത്രം മാറുന്ന Today, പകലായി. it is a turning point for so many families. അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കാൻ Oh, പോവാ. it is an unusual favor and doing of the Lord ഓ, today. ദൈവത്തിന്റെ ഒരു വലിയ കരുണ ഇന്ന് പകൽ ഇവിടെ. Oh, there is a great mercy of the Lord Almighty. ജുദാരബരബരബ, ഷൈഡരബരബ. ആരും ആരെയും നോക്കി നിൽക്കരുത്. ആരും ആരെയും നോക്കി നിൽക്കരുത്. ആരും ആരെയും നോക്കി നിൽക്കരുത്. Oh, close your eyes and meditate upon the ശക്തമായി word. ദൈവത്തോട് പ്രാർത്ഥിച്ചു. Oh, continue praying in the Spirit. ഇന്ന് പകൽ ചില കുടുംബങ്ങളുടെ ബോണ്ടേജ് പൊട്ടാൻ പോവാ. This morning, some bondages of the family are going to break. ഭയങ്കര അധികാരം ചലിക്കുന്നുണ്ട് ബ്രദറെ. ഭയങ്കര അധികാരം ചലി. ഓ, ഓ, ഓ. തിരാരബരബരബരബരബരബരബ, ഷൈഡരബരബരബരബ. തിരാരബരബരബരബരബ. ഒരു ഹെവി അനോയിന്റിംഗിലേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു. Yes, touch the power of Lord. ഒരു വലിയ ബ്രേക്ക് ത്രൂ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. ഒരു ഭയങ്കര ഹെവി ലൈറ്റ് നിന്നിലേക്ക് അടിക്കുന്നത് എനിക്കറിയാം. ശക്തിയോടെ പ്രാർത്ഥിച്ചു. അസാധാരണം. ഇന്ന് പകൽ ചില കെട്ട് പൊട്ടും കേട്ടോ. ഇന്ന് പകൽ ചില കെട്ട് പൊട്ടും. മനുഷ്യൻ പുറമേ നോക്കി നിന്നെ വിധിക്കും. നിന്റെ ഉള്ളറ എനിക്കറിയാം. നീ ചില കാര്യങ്ങളിൽ ഞരങ്ങുക. ഇന്നത്തെ പകൽ ദൈവാത്മാവ് നിന്നോട് പറയുക, നീ മുന്നോട്ട് പോ, നീ മുന്നോട്ട് പോ. മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ നിന്റെ ഭാവിയെ, കുടുംബത്തെ കെട്ടുന്ന ചില കെട്ടുകളെ ഞാൻ ഇന്ന് പകൽ പൊട്ടിക്കും.
എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. അസാധാരണമായ ഒരു ബ്രേക്ക് ത്രൂ നടക്കുക, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ എന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചെയ്യാൻ പോവുക. കരിമരവും കരിവേലകവും വെട്ടിയാലും കുറ്റി പട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ ഒരു കിളിർപ്പുണ്ടാകുന്നത് പോലെ ഇന്ന് പകൽ ഒരത്ഭുതം. ബ്രദറെ, ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ഒരു കരുതൽ വെളിപ്പെടാൻ പോവുക. ഒരു കരുതൽ, ഒരു കൈക്കുറങ്ങ് കഴുതയെ അന്വേഷിച്ചു വന്ന ശൗലിന് വേണ്ടി ആ ഫെസ്റ്റിവലിൽ, ആ പന്തിയിൽ ഒരു കൈക്കുറങ്ങ് ഒരുക്കി വെച്ചതുപോലെ നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം ഇന്നത്തെ ആരാധന നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ഒരു കൈക്കുറങ്ങിനെ ഞാൻ കാണുക. എല്ലാരും പ്രാർത്ഥിച്ചോണ്ട് നിൽക്കണം. ഇതൊരു വലിയ ദൈവപ്രവൃത്തിയുടെ പകല. ആരും കാഴ്ചക്കാരായി നിൽക്കരുത്. അസാധാരണമായ അഭിഷേകത്തിന്റെ തീ ജ്വലിക്കട്ടെ, തീ ജ്വലിക്കട്ടെ. ദൈവിക അഗ്നി ചലിക്കുകയാണ്ടി ഈ പകൽ. എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കര ചലിക്കുക, കർത്താവിന്റെ കര ചലിക്കുക, കർത്താവിന്റെ കര ചലിക്കുക. സിസ്റ്ററെ, ഒരു ദൈവിക അധികാരത്തെ എന്റെ ജനത്തിന്റെ മേൽ ഞാൻ ഈ പകൽക്കാലം റിവീൽ ചെയ്യുക. കർത്താവെ, അങ്ങയുടെ പ്രിയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങയുടെ പ്രിയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങയുടെ പ്രിയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഈ ആന്റിയുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ദൈവശക്തി ചലിക്കട്ടെ. വരിഞ്ഞു മുറുക്കി കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടട്ടെ. ഒരു ഹെവി ബ്രേക്ക് ത്രൂ തന്റെ തലമുറയിലേക്ക് ചലിക്കട്ടെ. കർത്താവേ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ ഉയർത്തപ്പെടട്ടെ. ഇന്ന് നിന്റെ സ്ഥിതി ദൈവം മാറ്റുക. ഇന്ന് നിന്റെ സ്ഥിതി ദൈവം ദൈവിക അധികാരം ചലിക്കുക. അസാധാരണമായ ഒരു മഹത്വം നിന്റെ മേലേക്ക് ഇറങ്ങുക. ദൈവത്തിന്റെ ഒരു ഗ്ലോറി ഇന്ന് പകൽ നിന്റെ മേലേക്ക് ചലിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. വരിഞ്ഞു മുറുക്കി, വരിഞ്ഞു മുറുക്കി, വരിഞ്ഞു മുറുക്കി നിന്നെ ഒതുക്കി വെച്ച് നിന്റെ തലയ്ക്കകത്ത് മാറാത്ത തലവേദന ഇട്ട് നിന്നെ ഒതുക്കാൻ നിന്ന ചില പൊട്ടട്ടെ നിന്റെ നെഞ്ചിനകത്ത് വ്യാപരിക്കുന്ന ചില ഹെവി ബേഡനുകൾ ഇന്ന് പകൽ പൊട്ടട്ടെ. ദൈവമക്കൾ ആരും കാഴ്ചക്കാരായി നിൽക്കരുത്. ദൈവമക്കൾ ആരും കാഴ്ചക്കാരായി നിൽക്കരുത്. ശക്തമൊരു അധികാരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മുന്നോട്ട് വിളിച്ചവര് മാത്രമല്ല, പുറകെ നിൽക്കുന്നവരുടെ മേലും ഒരു ദൈവശക്തി ചലിക്കുക. ഇന്ന് പകൽ ആത്മാവുമായി കണക്റ്റഡ് ആയിക്കോ. ദൈവിക അധികാരം ചലിക്കട്ടെ സിസ്റ്റർ. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ നിന്നിൽ നിന്ന് ചലിക്കുക. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ആ കുഞ്ഞിനോ ആ മോളോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. നീ മുന്നോട്ട് വന്നാട്ട്. ഇന്ന് പകൽ നിന്റെ മേലൊരു ദൈവിക അധികാരത്തെ ദൈവം പകരാൻ പോവുക. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. പുതിയതൊന്ന്, പുതിയതൊന്ന്, പുതിയതൊന്ന് ദൈവം നിന്റെ മേൽ പകരുക. ഒരു ചാപ്റ്റർ മറയുന്നത് പോലെ അഭിഷേകത്തിന്റെ അധികാരം ഇന്ന് പകൽ നിന്റെ മേൽ ചലിക്കുക. ഇന്നുള്ള നിന്റെ പ്രൊഫഷന് ദൈവ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചോണ്ട് നിന്നാട്ട്. ഇതൊരു ദൈവ പ്രവർത്തിയുടെ പകല, ഇതൊരു അത്ഭുതത്തിന്റെ പകല. നിന്റെ ശൂന്യത മാറുന്ന പകല, നിന്റെ തോൽവി മാറുന്ന പകല. സഭ ഉയരട്ടെ. മുന്നോട്ട് വിടാതെ
not letting you go forward. നിന്നെ വരിഞ്ഞു മുറുക്കിയ ചില ആധിപത്യങ്ങൾ Oh, some powers that has bound ഇന്ന് you. പകൽ മാറാൻ Today പോകുകയാണ്. it's going to move away. രാജാവിന്റെ അരമനയ്ക്കകത്ത് In the place of the പല്ലിക്ക് കയറുന്നതിന് അനുവാദത്തിന്റെ ആവശ്യമില്ലാത്തതുപോലെ without an approval in his presence. ഇന്ന് പകൽ ചില ഉന്നതികളിലേക്ക് ദൈവം നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ Today പോകുകയാണ്. God is going to shift you into an നിന്റെ authority. ഭാവി തീരുമാനിക്കുന്നത് മനുഷ്യനല്ല, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് സാത്താനല്ല, നിന്റെ ഭാവി ദൈവം തീരുമാനിക്കാൻ പോകുകയാ. God, men are not going to decide your future. ശബാര. God is not going to decide your ദൈവമക്കൾ future. പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാട്ട്, God is going to decide your ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാട്ട്. ജീസസ്. കർത്താവേ, ഞാൻ ഉയർച്ച കൽപ്പിക്കുക. കർത്താവേ, ഞാൻ അനുഗ്രഹത്തെ കൽപ്പിക്കുക. Oh, I'm commanding a blessing today, Lord. ദൈവത്തിന്റെ ദാസൻ എന്ന അധികാരത്തിൽ In the authority as a servant of God. എനിക്ക് ദൈവം തന്ന സുവിശേഷ അധികാരത്തിൽ In നിന്നുകൊണ്ട് the authority of the gospel of the Christ. ഈ ജനത്തെ ഞാൻ മനസ്സു തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. Opening my heart and blessing them today. കർത്താവേ, എളിയ ദാസൻ കഴിഞ്ഞ 3 ദിവസം ശുശ്രൂഷിച്ച ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. Oh, the people that I have served, oh Lord, may they be blessed today. ഇവർ അഭിവൃദ്ധിപ്പെടട്ടെ. Let them be blessed today. ഇവർ വിശാലത പ്രാപിക്കട്ടെ. Let them have an expansion. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. Let them be a blessing. ഇവർ ഉയർത്തപ്പെടട്ടെ. Let them be lifted up, oh Lord. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. I bless them in your name. യേശുവിൻ നാമത്തിൽ In Jesus' name we നന്മ pray. പ്രാപിക്കും. ശബാര ദുരബര വരവരവ ഷൈഡൽ കടക. ഇന്ന് പകൽ നീ നന്മ പ്രാപിക്കും. തിന്മ നിന്നെ തൊടുകയില്ല. And no evil ഈ shall befall you. യാത്രയിൽ ഖേദം വരികയില്ല. And no befall shall ഈ യാത്ര ആഗ്രഹിക്കുന്ന തുറമുഖത്തണയും. in this turning point of your journey. കൊടുങ്കാറ്റുകളെ ദൈവം ശാന്തമാക്കും. Oh, he's going to calm all the storms. കടലോളങ്ങൾക്ക് ദൈവം ആറുതി വെക്കും. Oh, who can command the waves? യെസ്, എത്ര പേർക്ക് ഉറപ്പുണ്ട്? ചില കടലുകൾക്ക് ദൈവം അതിരിടാൻ പോകുകയാ. Oh, he's going to put boundaries. പാടകിൽ ദൈവം നിന്നോടൊപ്പം അധിവസിക്കും. Oh, he's going to be in the boat along യെസ്, with you. വിശ്വസിച്ചുകൊണ്ട് കരങ്ങളെ തട്ടിക്കൊണ്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കാട്ട്. Even worship him right now. ശപര ഹതര രബര വരവച്ചസ്. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും, കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും, കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ കവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ കവൻ അതിരുവയ്ക്കും, അവൻ നിന്നോടൊപ്പം. നിന്നെ വീഴ്ത്തുവാൻ ശത്രുക്കെണിയൊരുക്കും, വിഷ കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രുക്കെണിയൊരുക്കും, നിന്നെ വീഴ്ത്തും അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണിയും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണിയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ, ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ, ക്രൂശിൻ ഹല്ലേലൂയ ജയം ലഭിച്ചതിനാൽ. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച
ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും പടകിൽ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഓ കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകില്ല. ഓ ഗിലയാദിൻ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും. ഗിലയാദിൻ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും. സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും പുതുശ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഓ സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും. ആമേൻ. ശക്തിയാൽ നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല. ജീവഭണ്ഡാരത്തിൽ അത് ഭദ്രമത്രേ. നിന്റെ പ്രാണനെ ശത്രു. ഹല്ലേലൂയ, പ്രൈസ്. ഭണ്ഡാരത്തിൽ അത് ഭദ്രമത്രേ. നിന്റെ ന്യായം മറയ്ക്കുവാൻ കഴിയുകയില്ല. നിന്റെ നീതി പ്രഭാതം പോൽ വിളങ്ങി വരും. നിന്റെ ന്യായം മറയ്ക്കുവാൻ കഴിയുകയില്ല. നിന്റെ നീതി പ്രഭാതം പോൽ വിളങ്ങി വരും. ശത്രു ഓടി ഒളിപ്പിടം തേടുന്ന ആമേ നീയാ. ഹല്ലേലൂയ, ശത്രു ഓടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഓ നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഭേദം. ആമേൻ. ഓ നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. ഓ നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളം. ഹല്ലേലൂയ, യെസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോടൊപ്പം ഓ കടലോളങ്ങൾ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങൾ